ഇൻ്റർനെറ്റിൽ നിന്ന് ലിഫ്റ്റ് ചെയ്ത് ഏതാ ഇംഗ്ലീഷാണ്, ഏതോ ഒരു വെബ്സൈറ്റിൽ നിന്ന് ലിഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ടെൻസ് ചാർട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ടെൻസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ടെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വേർബിനെ ടൈമിനെ റിലേറ്റ് ചെയ്തിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്ന രീതിയാണ് ടെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ ഇതിൽ നമ്മളിതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ മിക്കവാറും പേർക്കും ഫെമിലിയർ ആയിട്ടുള്ള സാധനങ്ങൾ തന്നെ. ഇതിൽ ഇപ്പോൾ എന്തെങ്കിലും കൺഫ്യൂസിങ് ആയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ താഴേക്ക് വരുന്ന പെർഫെക്റ്റും പെർഫെക്റ്റ് കണ്ടിന്യൂസും ആ ഭാഗത്ത് നിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തോന്നാൻ സാധ്യതയുള്ളൂ. ഇതിലിപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് നമുക്കറിയാം, സബ്ജക്റ്റും വെർബും ഒബ്ജക്റ്റും കൂടി കണക്ട് ചെയ്തിട്ടാണ് സിമ്പിൾ പ്രസൻറ്റ് എടുക്കുന്നത്. ഇപ്പോൾ സബ്ജക്റ്റ് ഐ ആണ് ഇതിൽ സബ്ജക്റ്റ് വരുന്നത്. ഫസ്റ്റ് എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ സ്പീക്കാണ് വേർബ് വരുന്നത്, V1 ഫോമാണ് വെർബിൻ്റെത് പ്രസൻറ്റ് ടെൻസിൽ വരുന്നത് ഒബ്വിയസ്ലി. പിന്നെ ഒബ്ജക്റ്റായിട്ട് ഇത് ട്രൂത്ത് ഉണ്ട്. സിമ്പിൾ പാസ്റ്റ് ടെൻസിൻ്റെ അതേപോലെ V2 ഫോമാണ് ഉപയോഗിക്കുന്നത്, പാസ്റ്റ് ഫോമാണ് വെർബിൻ്റെ ഉപയോഗിക്കുന്നത്. വി വെൻറ്റ് ടു ദ സൂ യെസ്റ്റർഡേ എന്നാണ്. പിന്നെ സിമ്പിൾ ഫ്യൂച്ചറിനെ നോക്കുമ്പോൾ വിൽ ഓർ ഷാൽ എന്നുള്ള ഒരു ബീൻ്റെ അത് വരുന്നുണ്ട്, വിൽ ഓർ ഷാൽ വരുന്നുണ്ട്. അപ്പോൾ യു വിൽ, ഇപ്പോൾ ഈ എക്സാമ്പിൾ യു വിൽ പാസ് ദി എക്സാമിനേഷൻ എന്നാണ് വരുന്നത്. V1 ഫോം തന്നെയാണ് സിമ്പിൾ ഫ്യൂച്ചറിനും പ്രസൻറ്റിനും ഉപയോഗിക്കുന്നത്. പാസ്റ്റിന് V2 ഫോം, പാസ്റ്റ് ഫോമാണ് ഉപയോഗിക്കുന്നത്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സബ്ജക്റ്റ് പ്ലസ് ഈസ് ആം ആർ പ്ലസ് V1 പ്ലസ് ING പ്ലസ് ഒബ്ജക്റ്റ് എന്നാണ്. സബ്ജക്റ്റ് പ്ലസ് ഈസ് ആം ആർ, ഇത് മൂന്നും ആം എന്ന് പറയുന്നത് സ്പെസിഫിക്കലി ആയിക്കൊണ്ടിട്ട് മാത്രം ഉപയോഗിക്കുന്നത് നമുക്കറിയാം. പിന്നെ ഈസ് സിംഗുലർ സബ്ജക്ട്സിന് വേണ്ടിയിട്ടും ആറ് പ്ലൂറൽ സബ്ജക്ട്സിന് വേണ്ടിയിട്ടുമാണ്. അതും സബ്ജക്റ്റ് പ്ലസ് ഈസ് ആർ ഓർ ആം പ്ലസ് V1 പ്രസൻറ്റ് ഫോം ഓഫ് എ വേർബ് പ്ലസ് ING പ്ലസ് ഒബ്ജക്റ്റ്. V1 പ്ലസ് ING. ഇപ്പോൾ റൈഡ് ആണെങ്കിൽ റൈഡിങ് എന്നാവും. അലി ഈസ് റൈഡിങ് എ ബൈസിക്കിൾ, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ എക്സാമ്പിൾ. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നോക്കിക്കഴിഞ്ഞാൽ സബ്ജക്റ്റ് പ്ലസ് ഈസ് ആർ ആം എന്നുള്ളത് മാറ്റി വാസും വേറും മാത്രമാവും. ഇതിൽ SCR എന്ന് കാണിക്കുന്നതാണ്. സബ്ജക്റ്റ് പ്ലസ് വാസും വേറും. പിന്നെ വാസ് വേറെന്ന് വെച്ച് കഴിഞ്ഞാൽ വാസ് സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ, ഇപ്പോൾ ഹീ എന്നുള്ളതാണ് ഇതിൽ കാണിക്കുന്നത്. ഹീ ആയതുകൊണ്ട്, ഹീ സിംഗുലർ ആയതുകൊണ്ട് വാസ് എന്നുള്ള ഇതാണ് വരുന്നത്. പിന്നെ ഹി വാസ് സ്ലാഷ് വേർ വാട്ടർ പ്ലസ് V1 പ്ലസ് ING പ്ലസ് ഒബ്ജക്റ്റ്. V1 പ്ലസ് ING സ്മൈലിംഗ്. സ്മൈൽ എന്നുള്ള V1ൻ്റെ കൂടെ ING ഫോം ആക്കുമ്പോൾ അത് ഹി വാസ് സ്മൈലിംഗ് എന്നാവും. പിന്നെ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് മറ്റേ പോലെ തന്നെ സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് B പ്ലസ് V1 പ്ലസ് ING പ്ലസ് ഒബ്ജക്റ്റ്. ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ കഴിഞ്ഞിട്ട് ഒരു B ഇടാനുണ്ട്. BE ഇട്ടിട്ട് അതിന് ശേഷം മാത്രം V1 പ്ലസ് ING ഉപയോഗിക്കുക. അത് കഴിഞ്ഞിട്ട് ഇനി ഈ പെർഫെക്റ്റ് ടെൻസ് ഭാഗത്ത് വരുമ്പോഴാണ് ആൾക്കാർക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഈ പെർഫെക്റ്റ് ആൻഡ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്നതിൽ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, നമ്മളൊരു ടെൻസ് ഉപയോഗിക്കുമ്പോൾ അതിൽ ടൈം മാത്രമല്ല നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്, നമ്മൾ ഓൾസോ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ആ വെർബിൻ്റെ സ്റ്റാറ്റസ് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഐ ഓൾവേസ് സ്പീക്ക് ദ ട്രൂത്ത് എന്ന് വെച്ചാൽ സ്പീക്ക് എന്നുള്ളത് ഇതിപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ അത്രമേൽ ബേസ് ഫോമാണ് നമ്മൾ വേർബ്സിൻ്റെ ഉപയോഗിക്കുന്നത്. ബേസ് ഫോം ഉപയോഗിക്കുമ്പോൾ അധികം നമുക്കൊന്നും അറിയാനില്ല. ഐ ഓൾവേസ് സ്പീക്ക് ദ ട്രൂത്ത്, ഐ വെൻറ്റ് ടു ദ സൂ യെസ്റ്റർഡേ, അതിൽ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പറയുന്നില്ല. എത്ര നേരം സൂവിൽ പോയിട്ട് നിന്നു, ഒരുപാട് നേരം നിന്നിട്ടുണ്ടാകും, അങ്ങനെയൊന്നും നമുക്കറിയില്ല. നമുക്ക് ആകെ അറിയാവുന്നത് പോയിട്ടുണ്ടായിരുന്നു, എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എക്സാം പാസ്സായിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയുള്ളതാണ് അറിയുന്നത്. ഇപ്പോൾ കണ്ടിന്യൂസ് ടെൻസിലാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് ഇത്രയെങ്കിലും അറിയാം, ഒരു കണ്ടിന്യൂസ് പ്രോസസ്സ് ഉണ്ടായിരുന്നു എന്ന്. പെർഫെക്റ്റ് ഫോംസ്, ടെൻസിൻ്റെ പെർഫെക്റ്റ് ഫോംസിൽ എന്താ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഒരു പ്രോസസ്സിനെ പറ്റി, അതിൻ്റെ സ്റ്റേറ്റസിനെ പറ്റി കുറച്ചുകൂടി അറിയാം. ഇപ്പോൾ ദ സൺ ഹാസ് സെറ്റ് എന്ന് നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റിൽ കാണാം. ഇതെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞൊരു സംഭവത്തെക്കുറിച്ച് പറയാനാണ്. എന്ന് വെച്ചാൽ പ്രസൻറ്റിൽ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കഴിഞ്ഞൊരു സംഭവം, ടെക്നിക്കലി പാസ്റ്റിലാണ്, പക്ഷേ ബേസിക്കലി പ്രസൻറ്റ് ഇതിൽ തന്നെ നടക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞൊരു പ്രോസസ്സിനെ പറയാൻ വേണ്ടിയിട്ടാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ദ സൺ ഹാസ് സെറ്റ്, അതൊരു പ്രസൻറ്റിൽ തന്നെ പക്ഷേ ഓവറായിട്ടുള്ളൊരു സംഭവമാണ്. അങ്ങനെയുള്ളതിനാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നത്. പാസ്റ്റ് പെർഫെക്റ്റ് നോക്കി കഴിഞ്ഞാൽ ദേ ഹാഡ് ഓൾറെഡി ഫിനിഷ് ദ വർക്ക്, അതൊരു വളരെ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള, ദേ ഹാഡ് ഓൾറെഡി ഫിനിഷ് ഇപ്പം ദേ ഫിനിഷ് ദ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ജസ്റ്റ് കഴിഞ്ഞ്
തീർത്തിട്ട് പോയതാണ്. നമുക്ക് വേണമെങ്കിൽ എന്താ ഇതാക്കാം, വേണമെങ്കിൽ അസ്യൂം ചെയ്യാം. പക്ഷേ ദേ ഹാഡ് ഓൾറെഡി ഫിനിഷ് ദ വർക്ക് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഡിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ദേ ഫിനിഷ്ഡിനേക്കാളും കുറച്ചുകൂടി പിന്നിലേക്കുള്ള ഒരു സ്റ്റാറ്റസ് പറയുന്നുണ്ട് ഹാഡ് എന്ന് ഉള്ളത് ഉപയോഗിക്കുമ്പോൾ. പിന്നെ ഐ സ്റ്റിൽ ഹാവ് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക്, അതിലും അതുപോലെ തന്നെ സ്റ്റേറ്റസ് ഒരു കാര്യത്തിൻ്റെ ഇതിനെക്കുറിച്ച് കാണിക്കുന്നുണ്ട്. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള സംഭവമാണ്. പക്ഷേ ജസ്റ്റ് അതങ്ങ് കണക്ട് ചെയ്ത് അങ്ങ് എഴുതിയാൽ മതി എക്സാമിന് വരുന്നുണ്ടെങ്കിൽ. പിന്നെ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാസ്റ്റിൽ നടന്നുകൊണ്ടിരുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. ഇപ്പം ദ സൺ ഹാസ് ബീൻ ഷൈനിങ് സിൻസ് മോർണിംഗ് എന്ന് വെച്ചാൽ പുലർച്ചെ തൊട്ടേ സൂര്യൻ ഷൈനി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊരു ആ ഒരു ഇതിലാണല്ലോ പറയുന്നത്, കുറേ നേരമായിട്ട് എന്നുള്ള ഒരു ഇതിലാണ്. കുറേ ഡീറ്റെയിൽസ് പറയുന്നുണ്ട് പെർഫെക്റ്റ് ടെൻസുകൾ. ഇപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റിലാണെങ്കിൽ ദ കാർപ്പൻ്റർ ഹാഡ് ബീൻ മേക്കിംഗ് ചെയർസ് ഫോർ മെനി ഡേയ്സ്, ഹാഡ് ബീൻ മേക്കിംഗ് ഇപ്പോൾ കുറേ ഇത് പറയുന്നുണ്ട്. പിന്നെ ഇതിൽ പെർഫെക്റ്റ് കണ്ടിന്യൂസ്ലി ഷീ വിൽ ഹാവ് ബീൻ സ്ലീപ്പിംഗ് സിൻസ് ഈവനിങ്. അങ്ങനെ ഇതിപ്പോൾ ഞാൻ ഓടിച്ചിട്ടാണ് പറഞ്ഞത്, കാരണം മിക്കവാറും ആൾക്കാർക്കും ഇതിനെക്കുറിച്ച് ഏതാണ്ടെല്ലാം ഐഡിയ ഉണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ എന്തെങ്കിലും ഒരു ടെൻസസിൻ്റെ ചാർട്ട് നെറ്റിൽ നിന്ന് എടുക്കുക, എന്നിട്ട് അതിൽ നോക്കിയിട്ട് ആ ഇതുണ്ടല്ലോ ഫോർമുല ഉണ്ടല്ലോ സബ്ജക്റ്റുള്ള എന്താ ഉള്ളത് അത് പഠിച്ചിട്ട് അതുമേ എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി ആക്ച്വലി ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുത്തുണ്ടാവുക എന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ ആദ്യം എടുത്ത ക്വസ്റ്റ്യൻ കുറച്ച് സിമ്പിളായിട്ടുള്ള വളരെ ജനറിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ട്രെയിൻ ഡാഷ് ബിഫോർ ഐ ഡാഷ് സ്റ്റേഷൻ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ടു ദ കറണ്ട് ടെൻസ് ഓഫ് ദ വെർബ് ഗിവൻ ദ ബ്രാക്കറ്റ്സ് ആണ് മെയിൻ ക്വസ്റ്റ്യൻ. ഇപ്പോൾ നമുക്ക് ഇതിൽ തന്നിട്ടുള്ള വേർബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീവ്സ് തന്നിട്ടുണ്ട്, റീച്ച് തന്നിട്ടുണ്ട്. ലീവ്സും റീച്ചും തന്നിട്ടുണ്ട്. ഇതിൽ ബ്ലാങ്ക്സ് നമ്മൾ ഫില്ല് ചെയ്യണമല്ലോ. ഇതിൽ ദ ട്രെയിൻ ഡാഷ് ബിഫോർ ഐ ഡാഷ് ദ സ്റ്റേഷൻ, ദ ട്രെയിൻ ഈ ഫസ്റ്റ് ബ്ലാങ്കിൽ ലീവ്സിൻ്റെ ഏത് ടെൻസാണ് ഇടേണ്ടത് എന്നാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് കോമ്പിനേഷൻസ് പോസിബിൾ ആണ്. ഇത് അത്രയും സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് കോമ്പിനേഷൻസ് പോസിബിൾ ആണ്. ഇപ്പോൾ ദ ട്രെയിൻ ലെഫ്റ്റ് ബിഫോർ ഐ റീച്ച് ദ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ശരിയാണ്. അപ്പോൾ ദ ട്രെയിൻ വാസ് ലീവിങ് ബിഫോർ ഐ റീച്ച് ദ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ശരിയാണ്. ദ ട്രെയിൻ വിൽ ലീവ് ബിഫോർ ഐ റീച്ച് ദ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ശരിയാണ്. ഇത് ഒരുപാട് കോമ്പിനേഷൻസ് പറ്റുന്ന. അപ്പോൾ ഇങ്ങനെയുള്ള ഇതിലൊക്കെ നിങ്ങളിപ്പോൾ എക്സാം കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ട് ബാക്കി ആരുടെയും ചോദിച്ചിട്ട് അവർക്ക് വേറെ ഏതെങ്കിലും ആൻസർ ആയിരുന്നു ഓർത്ത് അങ്ങനെ പരിഭ്രാന്തിപ്പെടേണ്ട ആവശ്യമില്ല. ഇതെല്ലാം ഒരുപാട് കോമ്പിനേഷൻസ് പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ ഓൾദോ ഹി ഡാഷ് ഇൽ ഹി ഡാഷ് ദ മീറ്റിംഗ് യെസ്റ്റർഡേ. അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബ്രാക്കറ്റിൽ വരുന്ന ബി ആണ്, ബി. അപ്പോൾ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ വേർബാണ്. ഇംഗ്ലീഷിൽ നോക്കിക്കഴിഞ്ഞാൽ ആകെ 8 ഫോംസ് ഉള്ള 8 വേറെ ഫോംസ് ഉള്ള ഒരേ ഒരു വേർബ് ബി ആണ്. ബീൻ്റെ ഫോംസ് ഏതെല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഈസ് ആർ ആം, പിന്നെ വാസ് വെർ, പിന്നെ ബി ഇറ്റ് സെൽഫ്, ബി ഇൻഫിനിറ്റി ഫോമായിട്ട് ബി ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ബീയിങ്ങും ബീനും ഉണ്ടാവും. 1 2 3 4 5 6 7 8 ഈ 8 ഫോംസ് ഉണ്ടാവും. ഈസ് ആർ ആം, വാസ് വെർ, ബി, ബീങ്, ബീൻ. അപ്പോൾ ഒബ്വിയസ്ലി ഇത്ര ഫോംസ് ഉള്ളപ്പോൾ ഇതിൽ ഓൾദോ ഹി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് അഗെയിൻ കുറേ കോമ്പിനേഷൻസ് പറ്റും. ഓൾദോ ഹി ഈസ് ഇൽ ഹി അറ്റൻഡ് ദ മീറ്റിംഗ്, ഓൾദോ ഹി വാസ് ഇൽ ഹി അറ്റൻഡ് ദ മീറ്റിംഗ്, ഓൾദോ അങ്ങനെ. ഇനി അല്ല പെർഫെക്റ്റ് ടെൻസ് ഏതെന്നാൽ നമുക്ക് ഇതിൽ ഇടാനുള്ള ഇതുണ്ട്. പക്ഷേ ഇത് ഞാൻ എക്സാമ്പിളായിട്ട് ഇട്ടത് ഈ ബി എന്നുള്ളത് ഉള്ളത് കൊണ്ടാണ്. ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും സംഭവം, ഒബ്വിയസ്ലി അറിയായിരിക്കും. പക്ഷേ ഇനി അറിയില്ല എന്നുണ്ടെങ്കിൽ അത് വിട്ടു പോകണ്ടെന്ന് വെച്ചിട്ടാണ് ഇതിലിട്ടത്. തേർഡ് നോക്കിക്കഴിഞ്ഞാൽ ഐ ഡാഷ് വാച്ചിങ് ടി വി വെറസ് മൈ സിസ്റ്റർ ഡാഷ് റീഡിങ് ബുക്സ്. ഈ രണ്ടിലും ലൈക്കാണ് വരുന്നത്. ഇത് രണ്ടിനും ലൈക്ക് വരുമ്പോൾ ഒബ്വിയസ്ലി നമ്മൾ ഏതാണ് പ്ലൂറലാണോ വരുന്നത് സിംഗുലർ ആണോ വരുന്നത് സബ്ജക്റ്റ് എന്നുള്ളത് നോക്കണം. ഇപ്പോൾ ഐ ലൈക്ക് വാച്ചിങ് ടി വി എന്നുള്ളത് ഐ സിംഗുലർ ആണെങ്കിലും അത് ടെൻസസിലൊക്കെ അതിനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഒരു പ്ലൂറലിനെ പോലെയാണ് ഹാൻഡിൽ ചെയ്യാറ്. ഐ ലൈക്ക് വാച്ചിങ് എന്നുള്ളത് ലൈക്ക് എന്ന് തന്നെയാണ് വരിക. ഐ ലൈക്ക് വാച്ചിങ് ടി വി എന്ന് വരും.
ഇവിടെ അപ്പോൾ മൈ സിസ്റ്റർ എന്നുള്ളത്, മൈ സിസ്റ്റർ ഒരു സിംഗുലർ ഫോമാണ്, സിംഗുലർ ആയിട്ട് തന്നെയാണ് അപ്പോൾ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. മൈ സിസ്റ്റർ ലൈക്സ് റീഡിങ് ബുക്സ് എന്നാവും. ഇപ്പോൾ ഐക്ക് പകരം വേറെ എന്തെങ്കിലും ഒരു ആക്ച്വലി പ്ലൂറൽ ആയിട്ടുള്ള സാധനമായിരുന്നെങ്കിലും, അതായത് എന്താ മൈ പേരൻസ് ലൈക്ക് മൈ പേരൻസ് എന്നായിരുന്നെങ്കിൽ ഇത് ലൈക്ക് തന്നെയായിരിക്കും ഇവിടെ വരിക. അതേസമയം മൈ ഫാദർ എന്നായിരുന്നെങ്കിൽ ഇവിടെ ലൈക്സ് ആയിരിക്കും വരിക. അപ്പോൾ സിംഗുലർ ആണ് പ്ലൂറൽ ആണെന്നുള്ളത് അത് നോക്കിയിട്ട് എസ് ഇടാനും മറക്കല്ല, അതെന്തായാലും നോക്കുക. പിന്നെ ഇത് ദ ഡോഗ് ബാർക്ക് ഫോർ അവേഴ്സ് ആൻഡ് സ്റ്റിൽ ഇറ്റ് ബാർക്ക് ഡാഷ് ഡാഷ്. ഇതിൽ ബാർക്കിൻ്റെ ടെൻസസ് ഇടുക. അപ്പോൾ ദ ഡോഗ് ഹാസ് ബീൻ ബാർക്കിംഗ് ഫോർ അവേഴ്സ് ആൻഡ് സ്റ്റിൽ ഇറ്റ് ഈസ് ബാർക്കിംഗ് ആണ് ഇതിൽ വാലിഡ് ആയിട്ടുള്ളത്. വേറെ കോമ്പിനേഷൻസ് പോസിബിൾ ആണ്, പക്ഷേ അങ്ങനെ ഐഡിയലി നിങ്ങൾക്ക് ആദ്യം കിട്ടുന്ന ഏറ്റവും ഉചിതമായിട്ടുള്ള സാധനം തന്നെ ഫിൽ ചെയ്യാൻ നോക്കുക. ഇപ്പോൾ നേരത്തെ തന്നിട്ടുള്ള ഇതിൽ നോക്കിയിട്ട് എന്താ ഇത് മെമ്മറൈസ് ചെയ്യാൻ ഏതാണ്ട് ഇപ്പോൾ എളുപ്പമായിരിക്കും. അല്ല, ഒരുപാട് കാലമായിട്ട് കാണുന്ന സാധനമല്ലേ, മെമ്മറൈസ് ചെയ്തിട്ട് ഇതിലേക്ക് പോയിട്ട് അങ്ങ് ഫില്ല് ചെയ്യുക, അത്രേ സംഭവം വരുന്നുള്ളൂ. കുറച്ചൊക്കെ നിങ്ങളെ ബ്രെയിൻ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഇത് കോണ്ടെക്സ്റ്റിൽ ഏതാണ് ഫിറ്റ് ആവാൻ നോക്കുക. പിന്നെ ഒന്നും പറ്റുന്നില്ല എങ്കിൽ ഇൻറ്റ്യൂട്ടീവ്ലി എന്തെങ്കിലും വരുന്ന എന്തെങ്കിലും ഒരു സാധനം ഫിറ്റ് ആവുന്ന തോന്നുന്നുള്ള ഒരു സാധനം ഇട്ട് കൊടുക്കുക. ഓക്കെ, സോ ഇത് ഒരു റെക്കറിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ടൈപ്പാണ്. യൂസ് എനി 5 ഓഫ് ദ ഫോളോയിങ് ഇൻ സെൻറ്റൻസസ് ഓഫ് യുവർ ഓൺ. ഇതേപോലെ തന്നെ ഇതുമായിട്ട് അഡ്ജസ്റ്റൻ്റ്ലി പറയേണ്ട വേറൊരു സാധനമാണ് യൂസ് എനി ഓഫ് ദ ഫോളോയിങ് ഇഡിയംസ് ഇൻ സെൻറ്റൻസസ് ഓഫ് യുവർ ഓൺ. അപ്പോൾ നിങ്ങൾക്കറിയാലോ ഫ്രേസസും ഇഡിയംസും ഒക്കെ എന്താ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഉള്ളതാണ് അത്യാവശ്യം. അപ്പോൾ സോ അങ്ങനെയുള്ളപ്പോൾ ആ ഫ്രേസസും ഇഡിയംസിൻ്റെ ഒക്കെ യൂസേജ് അറിയാതെ നമുക്ക് സെൻറ്റൻസസ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റൂല. ഇപ്പോൾ ഇതിൽ ബ്രിങ് അബൌട്ട് എന്ന് പറയുന്നുണ്ടല്ലോ, ബ്രിങ് അബൌട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും അത് കൈൻഡ് ഓഫ് സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. ബ്രിങ് അബൌട്ട് എന്ന് വെച്ചാൽ കൊണ്ടുവരിക, ബ്രിങ് അബൌട്ട് ചേഞ്ച് എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ഉപയോഗിക്കാനാണ് ഇതാക്കുക. എന്ത് പറ്റും, ഇത് സെൽഫ് എക്സ്പ്ലനേറ്ററി ആയതുകൊണ്ട് നേരെ അങ്ങ് എഴുതാം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ലുക്ക് ആഫ്റ്റർ എന്നുണ്ട്. അതെന്ന് വെച്ചാൽ മറ്റൊരാളെ കെയർ ചെയ്യുക, ടേക്ക് കെയർ ചെയ്യുക, ലുക്ക് ആഫ്റ്റർ സമ്മൺ എന്നുള്ളത്. പക്ഷേ പിന്നെ ഫുഡ് ദ ബില്ല് എന്നൊക്കെ ഉള്ളത്, ഫുഡ് ദ ബിൽ എന്ന് വെച്ചാൽ ഒരു ബില്ലിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഇനി കൊടുക്കുവാണെങ്കിൽ എന്താ എന്തായിരിക്കും പറയുക, ഓക്കെ, ദേ വെർ ആസ്ക്ഡ് ഫുഡ് ദ ബിൽ ആഫ്റ്റർ ഈറ്റിംഗ്. അങ്ങനെ ഒരു ഇത് പറയാനാണ്. ഇപ്പോൾ ഫുഡ് ദ ബിൽ എന്ന് പറയുന്നത് അതിൻ്റെ മീനിങ് ഒരു ഇഡിയം എന്ന സെൻസ് അല്ലെങ്കിൽ ഒരു ഫ്രേസ് എന്ന രീതിയിൽ അതിൻ്റെ മീനിങ് അറിയാത്തവർക്ക് ഇത് ഒരു സെൻറ്റൻസിൽ ഉപയോഗിക്കുന്നത് ഏതാണ്ട് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ്. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് ഇപ്പോൾ ഗീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വഴിമാറുക എന്നുള്ള ഇതൊക്കെ നമുക്ക് നേരെ അങ്ങ് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. ഈ ഫുഡ് ദ ബില്ലെന്ന് പോലുള്ള അങ്ങനത്തെ ഫ്രേസസും അല്ല ഇഡിയംസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മീനിങ്സ് അറിയില്ല എങ്കിൽ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള ഇഡിയംസിൻ്റെയും കുറച്ച് കോമൺ ആയിട്ട് ഇംഗ്ലീഷ് ഉപയോഗിക്കുന്ന ഇഡിയംസിൻ്റെ ഫ്രേസസിൻ്റെ ഒക്കെ ഇത് നോക്കുക, അങ്ങനെയുള്ള നോക്കിയിട്ട് എക്സാമിന് പോവുക. അപ്പോൾ അങ്ങനെയുള്ളത് നമുക്ക് സെൻറ്റൻസ് ഉപയോഗിക്കണം. ഇതൊക്കെ മീനിങ് അറിയാം എങ്കിൽ ഒക്കെ വളരെ എന്താ സിമ്പിളാണ് സെൻസ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് ചെയ്യുക. പിന്നെ ഓക്കെ, കറക്റ്റ് ദ ഫോളോയിങ് സെൻറ്റൻസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻ ഉണ്ട്. അഗൈൻ ഒരു റെക്കറിങ് സെക്ഷനാണ്. ഇതിൽ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ വെൻ വിൽ യു റിട്ടേൺ ബാക്ക് ഫ്രം ഡൽഹി എന്നാണ് കാണിക്കുന്നത്. ഈ സെൻറ്റൻസിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ വിൽ യു റിട്ടേൺ കഴിഞ്ഞിട്ട് ഒരു ബാക്ക് കാണുന്നുണ്ടല്ലോ, ആ ബാക്ക് റിഡൻഡൻ്റ് ആണ്, അതിൻ്റെ ആവശ്യമില്ല സെൻറ്റൻസിൽ, ആ ബാക്കിൻ്റെ ആവശ്യമില്ല, ഒരു എക്സ്ട്രാ ഒരു വേർഡായിട്ടുള്ളത്. വെൻ വിൽ യു റിട്ടേൺ ബാക്ക് ഫ്രം ഡൽഹി എന്ന് പറയേണ്ട ആവശ്യമില്ല, വെൻ വിൽ യു റിട്ടേൺ ഫ്രം ഡൽഹി എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ ഒരു വേർഡ് ഉള്ളത് കൊണ്ട് അത് ഒഴിവാക്കേണ്ട ആവശ്യം നമുക്കുള്ളൂ. അപ്പോൾ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതങ്ങ് ഒഴിവാക്കുക.
അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എടുത്തിട്ടുള്ള എക്സാമ്പിൾ എന്ന് വെച്ചാൽ ടീച്ചർ ഗേവ് ഹിസ് സ്റ്റുഡൻസ് മെനി ഗുഡ് അഡ്വൈസസ് എന്നാണ്. ഇതിൽ ദ ടീച്ചർ ഗേവ് ഹിസ് സ്റ്റുഡൻസ് മെനി ഗുഡ് അഡ്വൈസസ് എന്നുള്ളതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അഡ്വൈസസ് എന്നുള്ള സാധനമാണ് പ്രശ്നം. ഇതെന്ന് വെച്ചാൽ അഡ്വൈസസ് എന്നുള്ള ഒരു വാക്കില്ല ഇംഗ്ലീഷിൽ വരാൻ പാടില്ല. കാരണം അഡ്വൈസ് എന്നുള്ള വാക്കൊരു അൺകൗണ്ടബിൾ നൗണാണ്. അൺകൗണ്ടബിൾ ആയിട്ടുള്ള ഈ സാധനമാണ് അഡ്വൈസ് എന്ന് പറയുന്നത്. ഇപ്പോൾ വാട്ടർ എന്നുള്ളത് ഒരു അൺകൗണ്ടബിൾ ആയിട്ടുള്ള സാധനം. വാട്ടേഴ്സ് നമ്മൾ ഒരിക്കലും ഒരു വാക്കിലും ഉപയോഗിക്കില്ല. ഷീപ്പ് എന്നുള്ളത് അൺകൗണ്ടബിൾ ആയിട്ടില്ല. ഷീപ്സ് എന്നാരും ഉപയോഗിക്കാറില്ല. ഐ മീൻ ഷീപ്പ് പക്ഷേ അഗെയിൻ ടു ഷീപ്പ് എന്നൊക്കെ പറയാം. പക്ഷേ അഡ്വൈസസ് ഉള്ള ഒരു ഇത് നമ്മൾ എന്തായാലും ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്ത സാധനം. ഇപ്പോൾ ദ ടീച്ചർ ഗേവ് സ്റ്റുഡൻസ് മെനി ഗുഡ് അഡ്വൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അർത്ഥം മനസ്സിലാവുന്നുണ്ട്, ഒരുപാട് നല്ല അഡ്വൈസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ള. പക്ഷെ അങ്ങനെ ഒരിക്കലും ഇൻ സെൻറ്റൻസ് ഉപയോഗിക്കാൻ പാടില്ലാത്ത. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ നമ്മൾ കറക്റ്റ് ചെയ്യുക? ഇത് കറക്റ്റ് ചെയ്യാൻ ഈ മെനി ഗുഡ് അഡ്വൈസസ് ഉണ്ടല്ലോ, ഈ മീനിങ്ങിനെ പ്രിസർവ് ചെയ്യുക, ഉദ്ദേശിക്കുന്ന ഇൻറ്റൻറ്റഡ് മീനിങ്ങിനെ പ്രിസർവ് ചെയ്യുക. അപ്പോൾ മെനി ഗുഡ് അഡ്വൈസസ് എന്നുള്ളത് മാറ്റി മെനി ഗുഡ് പീസസ് ഓഫ് അഡ്വൈസ് എന്നാക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനാവും. അപ്പോൾ അങ്ങനെയാണ് ഒരു അൺകൗണ്ടബിൾ സാധനം വന്നു കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും ഒരു രീതിയിൽ അൺകൗണ്ടബിൾ ആയിട്ടുള്ള ഇത് നൗൺസ് ഉപയോഗിക്കുന്നുണ്ടോ നോക്കുക. അതിനെ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ഒഴിവാക്കുക, എങ്ങനെയെങ്കിലും മാറ്റുക. പിന്നെ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വൺ ഓഫ് ദ ബോയ്സ് വേർ സ്ലീപ്പിംഗ് ഇൻ ദ ക്ലാസ് എന്നല്ല. ഇതും ഒരുപാട് റെക്കർ ചെയ്യുന്ന ഒരു ടൈപ്പാണ്. വൺ ഓഫ് ദ ബോയ്സ് വേർ സ്ലീപ്പിംഗ് ഇൻ ദ ക്ലാസ് എന്ന് പറയുമ്പോൾ വൺ ഓഫ് ദ ബോയ്സ് വേർ സ്ലീപ്പിംഗ് ഇൻ ദ ക്ലാസ്, ഈ വേറാണ് പ്രശ്നമായിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സബ്ജക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ സബ്ജക്റ്റ് ബോയ്സ് അല്ല, വൺ ഓഫ് ദ ബോയ്സ് ആണ്. ഇത് സ്പെസിഫിക്കലി ഒരു സിംഗുലർ ബോയിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു സബ്ജക്റ്റേ ഉള്ളൂ. ഒരു സബ്ജക്റ്റ് ആകുമ്പോൾ വേറെ ഉപയോഗിക്കാൻ പാടില്ലല്ലോ, വാസേ ഉപയോഗിക്കാൻ പാടുള്ളൂ. വൺ ഓഫ് ദ ബോയ്സ് വാസ് സ്ലീപ്പിംഗ് ഇൻ ദ ക്ലാസ് എന്നാണ് ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ ഇതിലെന്ന് വെച്ചാൽ ഒരു പ്ലൂരൽ കഴിഞ്ഞ പാടെ ഈ വേറ് വരുന്നത് കൊണ്ട് നമ്മുടെ ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോകാനുള്ള സാധ്യത ഉള്ളതാണ്. പക്ഷെ അങ്ങനെ വിട്ടുപോകാൻ പാടില്ല. വൺ ഓഫ് ദി ബോയ്സ് വേർ സ്ലീപ്പിംഗ് ഇൻ ദ ക്ലാസ് പറയും, അത് തെറ്റാണ്. വണ്ണ് സിംഗുലർ ആണ്, വൺ ഓഫ് ദ ബോയ്സ് ആണ്, ഒരു സിംഗുലർ സബ്സിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ വാസി ഉപയോഗിക്കാൻ പാടുള്ളൂ. അടുത്തുള്ളത് ഷീ പ്രിഫേഴ്സ് കോഫി ദാൻ ടീ. ഇത് പ്രതി സിമ്പിളാണ്, ജസ്റ്റ് ഇട്ടതേ ഉള്ളൂ. ഷീ പ്രിഫേഴ്സ് കോഫി ടു ടീ എന്നാക്കാം. ടു ടീ എന്നാക്കാം. അതാണ് ഇപ്പോൾ ഇതിൽ ഏറ്റവും ഇതായിട്ടുള്ള കറക്ഷൻ പറ്റുന്നത്. ഇപ്പോൾ ഞാൻ ഇതിൽ എടുത്തിരിക്കുന്ന എക്സാമ്പിൾസ് എല്ലാം കുറച്ചെണ്ണേ എടുത്തിട്ടുള്ളൂ. പക്ഷെ എടുത്തിട്ടുള്ള എല്ലാം എന്തെങ്കിലും ക്യാച്ചസ് ഉള്ള സാധനമാണ്. ഈസി ആയിട്ടുള്ള സാധനങ്ങൾ ഈസി ആയിട്ടുള്ളുണ്ട്, പക്ഷേ ഒന്നോ രണ്ടോ എണ്ണം ഇട്ടിട്ട് ബാക്കി ഇങ്ങനെ ഒരു എന്തെങ്കിലും ക്യാച്ചുള്ള രീതിക്ക് വെച്ചാൽ നിങ്ങൾ എക്സാമിന് ഈ പാറ്റേൺസ് കണ്ട് ചെയ്യുമ്പോൾ അതിനെ റെക്കഗ്നൈസ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, റീറൈറ്റ് ആസ് ഡയറക്റ്റ്. ഇത് ഒരുപാട് വെറൈറ്റി വരുന്ന ഒരു ക്വസ്റ്റ്യൻ ടൈപ്പാണ്. ഇപ്പോൾ ഇത്രയും ഡിഫറെൻറ്റ് ടൈപ്സ് വരുത്തുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിവേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ ദ മേസൺ ഈസ് ബിൽഡിങ് ദ വാൾ എന്നാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. ഇതിൽ ചേഞ്ച് ദ വോയിസ് എന്നാണ് പറയുന്നത്. ചേഞ്ച് ദ വോയിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്റ്റീവ് വോയിസോ പാസീവ് വോയിസോ ആക്കാനാണ് പറയുന്നത്. ചേഞ്ച് ദ വോയിസ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇത് റെക്കഗ്നൈസ് ചെയ്യുക, ഏത് വോയിസിലാണ് ഇത് ഇട്ടിട്ടുള്ളതെന്ന്. ആക്റ്റീവ് വോയിസിലാണോ പാസീവ് വോയിസിലാണോ എന്ന്. ഇപ്പോൾ മേസൺ ഈസ് ബിൽഡിങ് ദ വാൾ എന്ന് പറയുന്നത് ആക്റ്റീവ് വോയിസ് ആണ്. മേസൺ സബ്ജക്റ്റ്, വാള് ഒബ്ജക്റ്റ്, അങ്ങനെയാണ് ആക്റ്റീവ് വോയിസിലാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ ഫ്ലിപ്പ് ചെയ്യും, പാസീവ് വോയിസിലാക്കും. ദ വാൾ ഈസ് ബീങ് ബിൽറ്റ് ബൈ ദ മേസൺ എന്നാവും. ദ വാൾ ഈസ് ബീങ് ബിൽറ്റ് ബൈ ദ മേസൺ. ആക്റ്റീവ് വോയിസിൽ ദ മേസൺ സബ്ജക്റ്റ് ആദ്യം വന്നു, ഈസ് ബിൽഡിങ് ദ വാൾ. അപ്പോൾ അതിനെ തിരിച്ചിടുമ്പോൾ ദ വാൾ ഒബ്ജക്റ്റ് ഫ്രണ്ടിൽ സബ്ജക്റ്റ് ആവും. ദ വാൾ ഈസ് ബീങ് ബിൽറ്റ്. ഇതിപ്പോൾ ബിൽഡിംഗ് ആയതുകൊണ്ട് അല്ല ING ഫോം ഉണ്ടല്ലോ, ING ഫോമിനെ ഈസ് ബിൽഡിങ്, ദ മേസൺ ഈസ് ബിൽഡിങ് എന്നുള്ളത് ബീങ് ബിൽറ്റ് എന്നാവും. ബിൽഡിൻ്റെ V3 ഫോം എടുക്കും. അപ്പോൾ V3 അല്ല, പാസ്റ്റ് ഫോം എടുക്കും. ദ വാൾ ഈസ് ബീങ് ബിൽറ്റ് ബൈ ദ മേസൺ എന്നാവും. സബ്ജക്റ്റിൻ്റെ ഒബ്ജക്റ്റിനെയും ഇത് തിരിക്കും, പിന്നെ ആ വെർബിൻ്റെ ഫോം മാറ്റും. അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ ടാഗ് ആഡ് ചെയ്യുന്ന
എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഐ നീഡിൻറ്റ് ഗെറ്റ് അപ്പ് ഏർലി ടുമോറോ. ഇതിൽ ക്വസ്റ്റ്യൻ ടാഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ടാഗ്സ് ബേസിക്കലി ഒരു ചെറിയ ക്വസ്റ്റ്യൻ ആണ്. സെൻറ്റൻസിനെല്ലാം അവസാനം വെക്കുന്ന ഒരു ചെറിയ ക്വസ്റ്റ്യനാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത്. ഐ നീഡിൻ ഗെറ്റ് അപ്പ് ഏർലി ടുമോറോ, നീഡായിന്ന് ഇതിൻ്റെ അവസാനം ഇടാം. ഐ നീഡിൻ ഗെറ്റ് അപ്പ് ഏർലി ടുമോറോ, നീഡായി, അതൊരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അല്ല എങ്കിൽ വേറെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദിസ് സ്റ്റേക്ക് ഈസ് ഡെലീഷ്യസ് ഈസിൻറ്റ് ഇറ്റ് എന്ന് പറയാം. ദിസ് സ്റ്റേക്ക് ഈസ് ഡെലീഷ്യസ്. അപ്പോൾ ഈസ് വരുന്നുണ്ട്, അത് ഈസിൻറ്റ് ഇറ്റ് എന്ന് നമുക്ക് അവസാനം ക്വസ്റ്റ്യൻ ടാഗ് വരാം. ഇപ്പോൾ ഇത് ഐ നീഡിൻ ഗെറ്റ് അപ്പ് ഏർലി ടുമോറോ, നീഡായി എന്നുള്ളത് നീഡിൻ്റെ എന്നുള്ള നീഡ് നോട്ട് എന്നുള്ളതിൻ്റെ ആയതുകൊണ്ടാണ് അവസാനം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ടാഗ് വരുന്നത്. അപ്പോൾ ആ സെൻറ്റൻസസിൻ്റെ കോണ്ടെക്സ്റ്റിന് അനുസൃതമായിട്ടുള്ള ക്വസ്റ്റ്യൻ ടാഗ്സ് ഇടുക. അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ടോം ഈസ് സ്ട്രോങ്ങർ ദാൻ റോൺ എന്നാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. അതിനെ നെഗറ്റീവ് സെൻറ്റൻസ് ആക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ നെഗറ്റീവ് സെൻറ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് കൊണോട്ടേഷനുള്ള ഒരു സെൻറ്റൻസ് ആണ്. സെൻറ്റൻസിൽ ഇപ്പോൾ ഇതിൻ്റെ മീനിങ് നമ്മൾ മാറ്റാൻ പാടില്ല. ചേഞ്ചിന് നെഗറ്റീവ് സെൻറ്റൻസ് ആണ്, മീനിങ് മാറ്റാൻ പാടില്ല. അപ്പോൾ മീനിങ് മാറ്റാതെ സെയിം മീനിങ് ആക്കിയിട്ട് നെഗറ്റീവ് സെൻറ്റൻസ് ആക്കാൻ വേണ്ടിയിട്ട് ടോം ഈസ് നോട്ട് വീക്കർ ദാൻ റോൺ എന്ന് എഴുതാം. ഈസ് നോട്ട് വീക്കർ, സ്ട്രോങ്ങിൻ്റെ ഓപ്പോസിറ്റ് ആൻറ്റോണിയോ എഴുതുക, വീക്കർ, ആൻഡ് അതിന് മുമ്പൊരു നെഗറ്റീവായിട്ടുള്ള ഇതിടുക, ടോം ഈസ് നോട്ട് വീക്കർ ദാൻ റോൺ. അപ്പോൾ എളുപ്പമുള്ള സാധനമാണ്. അത് കഴിഞ്ഞിട്ട് ഓക്കെ, കോംപ്ലക്സ് സെൻറ്റൻസിലേക്ക് ചേഞ്ച് ചെയ്യുന്ന സംഭവമുണ്ട്. അപ്പോൾ ഇത് സിമ്പിൾ സെൻറ്റൻസ്, കോംപ്ലക്സ് സെൻറ്റൻസ്, കോമ്പൗണ്ട് സെൻറ്റൻസ് എന്ന് പറയുന്ന 3 സാധനങ്ങൾ കുറച്ച് ഇതായിട്ടുള്ളതാണ്. അത് നോക്കിയിട്ട് തിരിച്ചു വരാം. അപ്പോൾ സിമ്പിൾ, കോംപ്ലക്സ് ആൻഡ് കോമ്പൗണ്ട് സെൻറ്റൻസസ്. സിമ്പിൾ സെൻറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു സെൻറ്റൻസിൽ ഒരു ഒറ്റ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ക്ലോസേ ഉണ്ടാവുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഐ ബോട്ട് മിൽക്ക് എന്നുള്ളത് ഒരു സിമ്പിൾ സെൻറ്റൻസ് ആണ്. ഐ ബോട്ട് എ കാർ അല്ലെങ്കിൽ അങ്ങനെയുള്ളതെല്ലാം, അതെല്ലാം സിമ്പിൾ സെൻസ്. ഐ വാണ്ട് ടു ബൈ എന്തെങ്കിലും അങ്ങനെയുള്ളത്, അതെല്ലാം സിമ്പിൾ സെൻറ്റൻസസ് ആണ്. കാരണം അതിലൊരു സിംഗിൾ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ഉണ്ടാവുള്ളൂ. കോംപ്ലക്സ് സെൻറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 2 ഡിഫറെൻറ്റ് ക്ലോസസ് ഉണ്ടാവും. ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ഉണ്ടാവും, പിന്നെ ഒരു സബോർഡിനേറ്റ് ക്ലോസ് ഉണ്ടാവും. ഇൻഡിപെൻഡൻറ്റ് ക്ലോസിന് വേറെ ഒറ്റയ്ക്ക്, അതായത് ആ സെൻറ്റൻസിൽ നിന്ന് നമ്മൾ ആ ഇൻഡിപെൻഡൻറ്റ് ക്ലോസിനെ മാറ്റി നിർത്തിയാലും അത് ഒരു മീനിങ് ഫുൾ സെൻറ്റൻസ് ആയിരിക്കും. അതിനെ മാറ്റി നിർത്തിയാലും നമുക്കതിന് മീനിങ് ഉണ്ടാവും, ഒരു അർത്ഥമുള്ള വാക്കാണ്. എന്നാലും അതേസമയം സബോർഡിനേറ്റ് ക്ലോസ് ആണെങ്കിൽ സബോർഡിനേറ്റ് ക്ലോസിന് എലോൺ ഒരു അർത്ഥമില്ല. ഒറ്റയ്ക്ക് സബോർഡിനേറ്റ് ക്ലോസിന് ഒരു അർത്ഥം ഉണ്ടാകത്തില്ല. അതിന് ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസുമായിട്ട് സബോർഡിനേറ്റ് ചെയ്യുമ്പോഴേ അതിനൊരു മീനിങ് ഉണ്ടാവാറുള്ളൂ. ഇങ്ങനെയുള്ള സബോർഡിനേറ്റ് കോംപ്ലക്സ് സെൻറ്റൻസസ് ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ഉണ്ടാവും, സബോർഡിനേറ്റ് ക്ലോസ് ഉണ്ടാവും. ഇതിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുക. സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസും കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസും ഉടനെ നോക്കാം. എനിവേ കോംപ്ലക്സ് സെൻറ്റൻസസ് അതാണ്. ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ഉണ്ടാവും, ഒരു സബോർഡിനേറ്റ് ക്ലോസ് ഉണ്ടാവും. അത് രണ്ടും സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് വെച്ചിട്ട് കണക്റ്റഡ് ആയിരിക്കും. പിന്നെ കോമ്പൗണ്ട് സെൻറ്റൻസസ് എന്ന് പറയുന്നത് അതിൽ 2 ഇൻഡിപെൻഡൻറ്റ് ക്ലോസസ് ഉണ്ടാവും, ആ രണ്ടും കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് വെച്ചിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഇപ്പോൾ ഒരു സിമ്പിൾ സെൻറ്റൻസിന് ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ഉള്ളൂ. കോംപ്ലക്സ് സെൻറ്റൻസിന് ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ഉണ്ട്, ഒരു സബോർഡിനേറ്റ് ക്ലോസ് ഉണ്ട്. ഇൻഡിപെൻഡൻറ്റ് ക്ലോസിന് നമ്മൾ സെൻറ്റൻസിൽ നിന്ന് മാറ്റി നിർത്തിയാലും അതിനൊരു ഇൻഡിപെൻഡൻ്റ്ലി എക്സിസ്റ്റ് ചെയ്യാനാവും, അതിനൊരു അർത്ഥം സ്റ്റിൽ ഉണ്ട്. സബോർഡിനേറ്റ് ക്ലോസിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അതൊരു നോൺ സെൻസിക്കൽ ഫ്രേസ് ആവും, എന്തോ കുറവുള്ള പോലത്തെ ഒരു ഫ്രേസ് ആവും. ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ഇല്ലാതെ എക്സിസ്റ്റ് ചെയ്യാനാവില്ല എന്നല്ല, അതിന് ഫുൾ മീനിങ് കിട്ടൂല. കോമ്പൗണ്ട് സെൻറ്റൻസ് എന്ന് വെച്ചാൽ 2 ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആണ്, 2 ക്ലോസസിനും ഇൻഡിപെൻഡൻ്റ്ലി എക്സിസ്റ്റ് ചെയ്യാം, ആൻഡ് ദേ ആർ കണക്റ്റഡ് ബൈ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്. ഇതിൻ്റെ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഏതെല്ലാം, പിന്നെ കുറച്ച് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്, ഇതെല്ലാം കാണിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് എക്സാമ്പിൾസ് പറയാം. കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് പറയുന്നത് ഈ 7 എണ്ണം ഉണ്ടല്ലോ, ഈ 7 എണ്ണം മാത്രമാണ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഉള്ളത്, ഇതിൽ കൂടുതലില്ല. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു അക്രോണിമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്
ഫാൻ ബോയ്സ് എന്നുള്ളത്, FANBOYS, ഫാൻ ബോയ്സ് എന്നുള്ളതിൽ F 4 ആണ്, A ആൻഡ് ആണ്, N നോറാണ്, B ബട്ടാണ്, O ഓറാണ്, Y യെറ്റാണ്, S സോ ആണ്. ഇതാണ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്. ഇത്രേ വരുന്നുള്ളൂ. ഇതിൽ കൂടുതൽ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഇല്ല. അപ്പോൾ ഒരു ലിമിറ്റുള്ള സാധനമാണ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് എന്ന് പറയുന്നത്. സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഓൺ ദ അതർ ഹാൻഡ് കുറച്ചധികം ഉണ്ട്. ആസ്, ആഫ്റ്റർ, ഓൾദോ, വെൻ, വെയർ, വൈൽ, വെറെവർ, വെനെവർ, ഹൗ, ഹൗവർ, ഇഫ്, ദാൻ, ദോ, ഈവൻ ഇഫ്, ഈവൻ ദോ, അൺടിൽ, അൺലെസ്, സോ ദാറ്റ്, സിൻസ്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ കോർഡിനേറ്റിംഗ് എന്തായാലും ഇത് മെമ്മറൈസ് ചെയ്യുക, അത്രേ നോക്കാനുള്ളൂ. സബോർഡിനേറ്റിങ്ങിൽ എല്ലാം ഒരു ക്യാച്ച് കൊടുക്കുന്ന പോലത്തെ വേർഡ്സ് ആണല്ലോ. ആസ്, ആഫ്റ്റർ, ഓൾദോ എല്ലാം ഒരു ഇതായിട്ടുള്ള, അങ്ങനെ നോക്കിയിട്ട് നോക്കാം. എന്തായാലും നിങ്ങൾ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് മനപ്പാടാക്കിയിട്ട് ബാക്കി വരുന്നതെല്ലാം സബോർഡിനേറ്റിംഗ് ആണെന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇതിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ സിമ്പിൾ സെൻറ്റൻസസിന് ഞാൻ കുറച്ച് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കോംപ്ലക്സ് സെൻറ്റൻസസിൻ്റെ എക്സാമ്പിൾസ് നോക്കുവാണെങ്കിൽ, ഓൾദോ ഇറ്റ് വാസ് ലേറ്റ് ഷീ ഫിനിഷ് ദ പ്രോജക്റ്റ്. ഓൾദോ ആണ് അതിൽ ഇതായിട്ട് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആയിട്ട് വരുന്നത്. ഓൾദോ ഇറ്റ് വാസ് ലേറ്റ് ഷീ ഫിനിഷ്ഡ് ഹർ പ്രോജക്റ്റ് എന്നുള്ളത്. വേറെ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ, സിൻസ് വി അറൈവ്ഡ് ഏർലി വി ഹാഡ് ടൈം ടു റിലാക്സ്. സിൻസ് ആണ് അതിൽ ഏതായിട്ട് വരിക, സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആയിട്ട് വരിക. സിൻസ് വി അറൈവ്ഡ് ഏർലി വി ഹാഡ് ടൈം ടു റിലാക്സ്. അതാണ്. അങ്ങനെ രണ്ട് ഇതിലിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞ രണ്ട് എക്സാമ്പിൾസിൽ ഓൾദോ ഇറ്റ് വാസ് ലേറ്റ് ഷീ ഫിനിഷ് ദ പ്രോജക്റ്റിൽ ഷീ ഫിനിഷ് ദ പ്രോജക്റ്റ് എന്നുള്ളതാണ് ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്. നിങ്ങളത് ഓൾദോ ഇറ്റ് വാസ് ലേറ്റ് ഷീ ഫിനിഷ് ദ പ്രോജക്റ്റ് എന്നുള്ളതിൽ ആ ഷീ ഫിനിഷ് ദ പ്രോജക്റ്റിനെ എടുത്ത് മാറ്റി വെച്ചാലും അതിനൊരു ഇൻഡിപെൻഡൻറ്റ് മീനിങ് ഉണ്ട്. പക്ഷേ ഓൾദോ ഇറ്റ് വാസ് ലേറ്റ് എന്നുള്ളതിന് ഇൻഡിപെൻഡൻ്റ്ലി ഒരു മീനിങ് ഇല്ല. ഇറ്റ് വാസ് ലേറ്റിന് ഒരു മീനിങ് ഉണ്ട്, പക്ഷെ ഓൾദോ കൂടെ ഉണ്ടല്ലോ. ഓൾദോ ഇറ്റ് വാസ് ലേറ്റ് എന്നുള്ളത് ഒരു കംപ്ലീറ്റ് മീനിങ് ഇല്ലാത്തൊരു സാധനമാണ്, ഒരു ഫ്രേസാണ്, ഒരു ക്ലോസ് ആണ്. അപ്പോൾ ആ സ്ഥിതിക്ക് അതൊരു സബോർഡിനേറ്റ് ക്ലോസ് ആണ്. മറ്റേ സിൻസ് വി അറൈവ്ഡ് ഏർലി വി ഹാഡ് ടൈം ടു റിലാക്സ് എന്നുള്ളതിൽ വി ഹാഡ് ടൈം ടു റിലാക്സ് ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആണ്. വി ഹാഡ് ടൈം ടു റിലാക്സ് അതിൽ അതിന് ഇൻഡിപെൻഡൻ്റ്ലി എക്സിസ്റ്റ് ചെയ്യാനാവും. പക്ഷേ സിൻസ് വി അറൈവ്ഡ് ഏർലി എന്നുള്ളതിന് ഇൻഡിപെൻഡൻ്റ്ലി എക്സിസ്റ്റ് ചെയ്യാനാവില്ല. അപ്പോൾ ആ സ്ഥിതിക്ക് അതൊരു സബോർഡിനേറ്റ് ക്ലോസ് ആണ്. പിന്നെ കോമ്പൗണ്ട് സെൻറ്റൻസ് ഉണ്ട്. കോമ്പൗണ്ട് സെൻറ്റൻസ് ആസ് വി സി രണ്ട് ഇൻഡിപെൻഡൻറ്റ് ക്ലോസസ് ഉണ്ടാവും. അതിന് രണ്ടിനെയും കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ആണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഇത്ര സാധനമാണ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്. പിന്നെ എക്സാമ്പിൾസ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഐ ലൈക്ക് ടു റീഡ് ബുക്സ് ആൻഡ് ഐ എൻജോയ് വാച്ചിങ് കോമഡി ഫിലിംസ്. ഐ ലൈക്ക് ടു റീഡ് ബുക്സ് ആൻഡ് ഐ എൻജോയ് വാച്ചിങ് കോമഡി ഫിലിംസ്. ഇതെടുത്തു കഴിഞ്ഞാൽ ഐ ലൈക്ക് ടു റീഡ് ബുക്സ് എന്നുള്ളത് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സെൻറ്റൻസ് ആണ്. ഐ എൻജോയ് വാച്ചിങ് കോമഡി ഫിലിംസ് എന്നുള്ളതും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലോസ് ആണ്. ആൻഡ് ഇതിനെ രണ്ടിനെ ആൻഡ് എന്നുള്ള കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ വെച്ച് നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോൾ ഐ ലൈക്ക് ടു റീഡ് ബുക്സ് ആൻഡ് ഐ എൻജോയ് വാച്ചിങ് കോമഡി ഫിലിംസ് എന്ന് കിട്ടുന്നുണ്ട്. വേറെ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ, ഷീ വാണ്ടഡ് ടു ഗോ ടു ദ മ്യൂസിയം ബട്ട് ദർ വാസ് എക്സ്ട്രീം ട്രാഫിക്. ഷീ വാണ്ടഡ് ടു ഗോ ടു ദ മ്യൂസിയം ബട്ട് ദർ വാസ് എക്സ്ട്രീം ട്രാഫിക്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഷീ വാണ്ടഡ് ടു ഗോ ടു ദ മ്യൂസിയം ഒരു കംപ്ലീറ്റ് ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആണ്, ഇൻഡിപെൻഡൻ്റ്ലി എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. ബട്ട് ദർ വാസ് എക്സ്ട്രീം ട്രാഫിക് എന്നുള്ളതും ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സാധനമാണ്. ദർ വാസ് എക്സ്ട്രീം ട്രാഫിക് ബട്ട് ഒരു കോർഡിനേറ്റിംഗ് കൺജങ്ഷനാണ്. You can either go play outside or play video games. You can either go play outside or play video games. Again or ഉണ്ട് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യുക. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ കമ്മിങ് ബാക്ക് ടു ദ ക്വസ്റ്റ്യൻ, ചേഞ്ച് ഇൻ ടു കോംപ്ലക്സ് സെൻറ്റൻസ് എന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. അതിൽ മൈ ഫാദർ എ ഡോക്ടർ റെക്കഗ്നൈസ്ഡ് യു. കോംപ്ലക്സ് ആക്കുവാണ് വേണ്ടത്, കോമ്പൗണ്ട് ആക്കുമല്ല. കോംപ്ലക്സ് ആക്കുക ആയതുകൊണ്ട് ഒരു സബോർഡിനേറ്റ് സെൻറ്റൻസിനെ വെക്കാനാവും. ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസും വേണം, ഒരു സബോർഡിനേറ്റ് ക്ലോസും വേണം. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ
ചേഞ്ച് ചെയ്യാൻ പറ്റും. മൈ ഫാദർ ആസ് എ ഡോക്ടർ റെക്കഗ്നൈസ്ഡ് യു. മൈ ഫാദർ ആസ് എ ഡോക്ടർ റെക്കഗ്നൈസ്ഡ് യു. റെക്കഗ്നൈസ്ഡ് യു എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ്ലി എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. മൈ ഫാദർ ആസ് എ ഡോക്ടർ എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ്ലി റെക്കഗ്നൈസ് അല്ല, എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് കോംപ്ലക്സ് സെൻറ്റൻസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഈ പറഞ്ഞിട്ടുള്ള സബോർഡിനേറ്റിംഗ് ക്ലോസസിനെ ഉപയോഗിക്കുക. പിന്നെ ഒരു സെൻറ്റൻസ് ഇൻഡിപെൻഡൻ്റ് ആണെന്നും ഒരു സെൻറ്റൻസ് സബോർഡിനേറ്റ് ആണെന്നും ഉറപ്പാക്കുക. കോർഡിനേറ്റിങ്ങിന് 2 ഇൻഡിപെൻഡൻറ്റ് ക്ലോസസ് ഉണ്ടെന്ന് ഉറപ്പാക്കുക. കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ആഡ് ചെയ്യുക. അടുത്തത് അഫർമേറ്റീവിലേക്ക് റീറൈറ്റ് ചെയ്യുന്നതാണ്. അഫർമേറ്റീവിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ കാണുന്നത് ഐ ഡിഡ് നോട്ട് ഹെയ്റ്റ് ദ ഐഡിയ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അഫർമേറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് നെഗറ്റീവ് സെൻറ്റൻസ് ഉണ്ടല്ലോ, ഇത് നേരെ തിരിച്ചിട്ട് പോസിറ്റീവ് കണക്ടേഷൻ വരുന്ന സെൻറ്റൻസസ് ആണ്. ഇപ്പോൾ ഐ ഡിഡ് നോട്ട് ഹെയ്റ്റ് ദ ഐഡിയ എന്നുള്ളത് ആ നോട്ട് എന്നുള്ള സാധനം ഒഴിവാക്കണം. നോട്ടും ഹെയ്റ്റ് ആ സാധനം ഒഴിവാക്കുക. അപ്പോൾ അതിന് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒന്നെങ്കിൽ നമുക്ക് ഐ ലൈക്ഡ് ദ ഐഡിയ, ലൈക്ഡ് LIKED ലൈക്ക് ദ ഐഡിയ എന്നുള്ളത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഐ ഡിഡ് ലൈക്ക് ദ ഐഡിയ എന്നുള്ളത് ഉപയോഗിക്കാം. ഇത് രണ്ടും ആകുമ്പോൾ ഈ നോട്ട് ഒഴിവായി കിട്ടും. ഐ ഡിഡ് ലൈക്ക് ദ ഐഡിയ അല്ലെങ്കിൽ ഐ ലൈക്ക് ദ ഐഡിയ. അപ്പോൾ സെൻറ്റൻസിൻ്റെ അർത്ഥം മാറുന്നില്ല. അർത്ഥം മാറാണ്ട് ചെയ്യണം. എല്ലാം ചെയ്യുന്ന അർത്ഥം മാറാതെ ചെയ്യണം. അപ്പോൾ ഐ ഡിഡ് നോട്ട് ഹെയ്റ്റ് ദ ഐഡിയ എന്നുള്ളതിൻ്റെ അർത്ഥം മാറാതെ അഫർമേറ്റീവിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഐ ഡിഡ് ലൈക്ക് ദ ഐഡിയ അല്ലെങ്കിൽ ഐ ലൈക്ക് ദ ഐഡിയ എന്നുള്ളത് ഉപയോഗിക്കാം. ആറാമത്തത് നോക്കിക്കഴിഞ്ഞാൽ ദേ ഹേർഡ് എ നോയ്സ് ഇമ്മീഡിയറ്റ്ലി ദേ റാൻ ഔട്ട്. 2 സെൻറ്റൻസസ് ഉണ്ട്. ഇതിനെ നമ്മൾ കമ്പൈൻ ചെയ്യാൻ വേണ്ടത് യൂസിങ് ആസ് സൂൺ ആസ് എന്നുള്ള ഫ്രേസ് വെച്ചിട്ട് ഇതിനെ രണ്ടിനെയും ഈ 2 സെൻറ്റൻസസിനെയും കമ്പൈൻ ചെയ്യണം. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ദേ ഹേർഡ് എ നോയ്സ് ഇമ്മീഡിയറ്റ്ലി ദേ റാൻ ഔട്ട് എന്നുള്ളത്. അപ്പോൾ എനിക്കിത് കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ സെൻസിബിളി ചെയ്യുമ്പോൾ ഈ ദേ റാൻ ഔട്ട് കഴിഞ്ഞിട്ട് ആസ് സൂൺ ആസ് ദേ ഹേർഡ് എ നോയ്സിന് മുമ്പ് വരണം വേണ്ടേ. കാരണം ആസ് സൂൺ ആസ് ദേ ഹേർഡ് എ നോയ്സ് ആണ് ട്രിഗർ എന്ന് പറയാൻ പറ്റുന്നത്. അവർ ഓടിയതിന് കാരണം ദേ ഹേർഡ് എ നോയ്സ് എന്നുള്ള. അപ്പോൾ ആസ് സൂൺ ആസ് എന്നുള്ളത് ആ കാരണത്തിന് മുമ്പാണ് വരേണ്ടത്. ഇവിടെ ദേ റാൻ ഔട്ട് ആസ് സൂൺ ആസ് ദേ ഹേർഡ് എ നോയ്സ് എന്ന് റീറൈറ്റ് ചെയ്യണം. ദേ റാൻ ഔട്ട് ആസ് സൂൺ ആസ് ദേ ഹേർഡ് എ നോയ്സ്. അത് കഴിഞ്ഞിട്ട് ദ ഗേൾ നെൽറ്റ് ഡൗൺ ആൻഡ് പ്രേഡ് എന്നാണുള്ളത്. ഗേൾ നെൽറ്റ് ഡൗൺ ആൻഡ് പ്രേഡ് കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു സെൻറ്റൻസ്. ഇതിൽ പറയുന്നത് യൂസ് ഇൻഫിനിറ്റീവ് ടു ആൻഡ് റീറൈറ്റ് ദി സെൻറ്റൻസസ് എന്നാണ്. അപ്പോൾ ഇതിൽ ഒരു സാധനം പറയുന്നുണ്ട് ഇൻഫിനിറ്റീവ് എന്ന്. ഇൻഫിനിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേർബ്സിൻ്റെ ബേസ് ഫോമാണ്. വേർബ്സിൻ്റെ വെരി ബേസ് ഫോമിനെയാണ് ഇൻഫിനിറ്റീവ് എന്ന് വിളിക്കുന്നത്. അതായത് ഒരു ബേസ് ഫോമിൽ നമുക്ക് ഒരു വെർബിനെ കുറിച്ച് വലിയ അറിവൊന്നുമില്ല. ഇപ്പോൾ റീഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അതിൽ എന്തോ നടക്കുന്നുണ്ട്. റീഡിംഗ് എന്ന് വെച്ചാൽ ഒരു ഓൺ ഗോയിങ് പ്രോസസ് ആണെന്നറിയാം. ഐ ഹാവ് റെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ റീഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ ഒരു ഇതറിയാം. ഐ ഹാവ് ബീൻ റീഡിംഗ് എന്ന് വെച്ചാൽ റീഡ് ചെയ്തുകൊണ്ടിരിക്കായിരുന്നു എന്ന് അങ്ങനെ മനസ്സിലാവും. പക്ഷെ ഒരു ബേസ് ഫോമിൽ ഇൻഫിനിറ്റീവ് ഫോമിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൽ നമുക്കൊന്നും അറിയാൻ വേണ്ടിയിട്ടില്ല. നമ്മൾ ടെൻസസിൻ്റെ ഇത് പറഞ്ഞപ്പോൾ ഞാൻ കൈൻഡ് ഓഫ് ഫയലിൽ നിന്ന് ഓടിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അതാണ് ഇൻഫിനിറ്റീവ് ഫോംസ് എന്ന് പറയുന്നത്, ബേസ് ഫോമാണ് വേർബിൻ്റെ. അപ്പോൾ ഇംഗ്ലീഷിൽ എന്തോ ഫോർ വാട്ട് റീസൺ ഇംഗ്ലീഷിൽ നമ്മൾ ഈ ഇൻഫിനിറ്റീവ് ഫോമിൻ്റെ ബേസ് ഫോമിൻ്റെ കൂടെ ടു എന്നുള്ള ഇത് ഉപയോഗിക്കണം, ടു എന്നുള്ള വേർഡ് ഉപയോഗിക്കണം. അതായത് ഇപ്പോൾ റീഡ് എന്നുള്ളതിൻ്റെ ഇൻഫിനിറ്റീവ് ഫോം റീഡ് അല്ല, ടു റീഡ് എന്നുള്ളതാണ് അതിൻ്റെ ഇൻഫിനിറ്റീവ് ഫോം. ടു റീഡ് എന്നുള്ളതിൽ നിന്ന് നമുക്ക് അധികം ഇൻഫർമേഷൻ കിട്ടുന്നില്ല. ജനറലി ഇൻഫിനിറ്റീവ്സ് ഉപയോഗിക്കാറ് വേറെ ഏതെങ്കിലും ഒരു വെർബിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു അഡ്ജക്റ്റീവ് പോലെ ഡിഫൈൻ ചെയ്യാൻ ഇൻ ദ സെൻസ് ദ ഗേൾ നെൽ ഡൗൺ ആൻഡ് പ്രേഡ് എന്നുള്ളതിൽ ഇപ്പോൾ നമ്മൾ ഇതിനെ ഇൻഫിനിറ്റീവ് ടു ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ടു ഏതെങ്കിലും ഒരു വെർബിൻ്റെ ഒപ്പം ഉപയോഗിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതിൽ നമുക്ക് പ്രേഡ് ഉണ്ടല്ലോ, പ്രേഡിൻ്റെ കൂടെ ടു വെച്ചിട്ട് ഇൻഫിനിറ്റീവ് ഫോമിൽ ഉപയോഗിക്കുക. അപ്പോൾ ടു പ്രേ എന്നുള്ളതാവും. പ്രേഡ് എന്നുള്ള ഇൻഫിനിറ്റീവ് ഫോമിൽ ടു പ്രേ എന്നാവും. അപ്പോൾ ദ ഗേൾ നെൽറ്റ് ഡൗൺ ആൻഡ് പ്രേഡ് എന്നുള്ളത് ദ ഗേൾ നെൽറ്റ് ഡൗൺ ടു പ്രേ എന്നാവും. ആൻഡ് പ്രേഡ് എന്നുള്ള മാറ്റി ടു പ്രേ എന്നാവും. അപ്പോൾ ഇതിൽ മെയിൻ വെർബ് വരുന്നത് നെൽറ്റ് എന്നുള്ളതാണ്. നെൽറ്റ് എന്നുള്ളതാണ് മെയിൻ വെർബ് വരുന്നത്. നമ്മൾ ഇൻഫിനിറ്റീവ് ടു വെച്ച് ഇൻഫിനിറ്റീവ് ആക്കി പ്രേഡിനെ ടു പ്രേ എന്നാക്കിയപ്പോൾ ദ ഗേൾ നെൽറ്റ് ഡൗൺ ടു പ്രേ എന്നായില്ലേ. അപ്പോൾ നെൽറ്റ് ഡൗൺ എന്നുള്ള വെർബിന് കുറച്ചുകൂടെ ഡീറ്റെയിൽ കിട്ടിയിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ജനറലി ഇൻഫിനിറ്റീവ്സ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കാറ്. അപ്പോൾ നിങ്ങൾ ഓർക്കുക, ഇത് എക്സാമിന് വരിക എന്നുള്ളത്
എനിക്ക് ഉറപ്പില്ല. ഇത് വളരെ പഴയ ചില പേപ്പേഴ്സിൽ നിന്നാണ് എനിക്കിത് കിട്ടിയിട്ടുള്ളത്. പക്ഷെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് ഓർത്ത് വെച്ചോ എന്തായാലും. അറിഞ്ഞു വെച്ചാൽ എളുപ്പമുള്ള സാധനമാണല്ലോ. ഇൻഫിനിറ്റീവ് ഫോംസ് എന്ന് വെച്ചാൽ ബേസ് ഫോംസ് ആണ്. ടു വെച്ചിട്ടാണ് വേർബ്സിനെ ഇൻഫിനിറ്റീവ് ഫോം ആക്കുക. അപ്പോൾ പ്രേഡ് എന്നുള്ളത് അല്ലെങ്കിൽ പ്രേ എന്നുള്ളത് തന്നെ ടു പ്രേ എന്നാക്കുക. പ്രേഡ് എന്നുള്ളത് ടു പ്രേ എന്നാക്കുക. അത് വെച്ചിട്ട് ബാക്കി വേർബ്സിനെ കൂടുതൽ ഡീറ്റെയിൽ കൊടുക്കുക. അവിടെ പോയത് റെക്കോർഡിംഗ് ആണ്. പിന്നെ ഇങ്ങനത്തെ കമ്പൈനിങ് സാധനങ്ങളും നിങ്ങൾ കുറച്ചൊക്കെ വേറെ നോക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നോക്കുക. പിന്നെ ഓക്കെ ഇനി ഇതിൽ ഇപ്പോൾ നോക്കിയിട്ടുള്ള സെൻറ്റൻസസ് എല്ലാം വളരെ ചുരുക്കം എക്സാമ്പിൾസ് ഉപയോഗിച്ചിട്ടുള്ളൂ. എനിക്ക് ഒരുപാട് ടൈം കളയണമെന്ന് ഇല്ല, കൺസൈസ് ആയിട്ട് പറയാൻ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ആ സ്ഥിതിക്ക് നിങ്ങൾ ഇതിൻ്റെ ഒക്കെ ഞാനിപ്പോൾ പറഞ്ഞ സാധനങ്ങളുടെ കുറച്ചുകൂടി നോക്കുക. എല്ലാം വളരെ സിമ്പിളായിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ്. ഇംഗ്ലീഷിൽ മാർക്ക് വാങ്ങുന്നത് എളുപ്പമാണ്. അപ്പോൾ എന്തായാലും ഒരു ബെയർ മിനിമം എഫേർട്ട് ഇടുന്ന എല്ലാവരും തന്നെ പാസ്സാവും. മാർക്ക് വാങ്ങുക എന്നുള്ളതാണ് ആ ഇൻറ്റൻറ്റോടുള്ളവർ കുറച്ചുകൂടി നോക്കാനേ ഉള്ളൂ. എളുപ്പം മാർക്ക് കിട്ടുന്ന സംഭവമാണ്. ഓക്കെ, അപ്പോൾ ഈ സെക്ഷൻ ഏതാണ്ട് കഴിഞ്ഞു. ഓക്കെ, ഗ്രാമർ സെക്ഷനിൽ ആണ് എന്താ, ഗ്രാമർ അല്ല, സോറി, റൈറ്റിംഗ് സെഷനാണ്. ഗ്രാമർ ഇപ്പോൾ കഴിഞ്ഞു. ഓക്കെ, ആട്ടെ. റൈറ്റിംഗ് സെഷനിൽ പ്രിസി റൈറ്റിംഗ് ഉണ്ടാവും, എസ്സേ റൈറ്റിംഗ് ഉണ്ടാവും, പിന്നെ ലെറ്റർ റൈറ്റിംഗ് ഉണ്ടാവും. പ്രിസി റൈറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിസി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ഒരു പാസേജിനെ നമ്മൾ കൺസൈസ് ആയിട്ട് ചുരുക്കി എഴുതുന്നതിനാണ് പ്രിസി എന്ന് പറയുന്നത്. അപ്പോൾ പ്രിസി എഴുതാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ പാസേജ് വായിക്കുക. എന്നിട്ട് അതിന് ശേഷം പാസേജിൻ്റെ മെയിൻ പോയിൻറ്റ്സ് മാത്രം ബുള്ളറ്റായിട്ട് റഫായിട്ട് എഴുതിയെടുക്കുക. ഒരു റഫ് ഡ്രാഫ്റ്റ് എഴുതുക. അതിൽ മെയിൻ പോയിൻറ്റ്സ് മാത്രം എഴുതുക. ഈ റഫ് ഡ്രാഫ്റ്റ് വലുതായിക്കോട്ടെ, കുഴപ്പമില്ല. അതിൽ മെയിൻ പോയിൻറ്റ്സ് എല്ലാം എഴുതുക. എന്നിട്ട് അടുത്തതായിട്ട് ആക്ച്വൽ പ്രിസി എഴുതുക. ഒരു ബോക്സ് വരയ്ക്കുക. ആ ബോക്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്ന പോയിൻറ്റ്സിനെ മെയിൻ പോയിൻറ്റ്സ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നതിനെല്ലാം ആ കൺസൈസ് ആയിട്ട് സെൻസിബിൾ ആയിട്ടുള്ള രീതിയിൽ ആ ബോക്സ് ഫോമിലേക്ക് എഴുതുക. അപ്പോൾ ഇത് എഴുതുന്നത് ചുരുക്കി എഴുതുന്ന കാര്യം മറക്കരുത്. കാരണം നിങ്ങൾ എഴുതി തുടങ്ങിയിട്ട് ആക്ച്വൽ പാസേജിൻ്റെ അത്ര തന്നെ വലുതായി പ്രിസി എഴുതി കഴിഞ്ഞാൽ ഇനി ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. അത് കട്ട് ചെയ്തിട്ട് വീണ്ടും എഴുതാനാകത്തുള്ളൂ. വെറുതെ ടൈം വേസ്റ്റ് ആക്കാൻ പാടില്ല. പ്രിസി എഴുതുമ്പോൾ ഇത് പാസേജ് വായിക്കുക, പെട്ടെന്ന് ഒരു റഫ് ആയിട്ടുള്ള ഒരു സാധനം എഴുതുക. വളരെ റഫായിട്ടുള്ള സാധനം പെട്ടെന്ന് എഴുതുക. എന്നിട്ട് പ്രിസി എന്നുള്ള അത് ഓരോ പോയിൻറ്റ്സും ആ റഫായിട്ടുള്ള സാധനം കൺസൈസ് ആയിട്ട് അതിലുള്ള മെയിൻ പോയിൻറ്റ്സ് മാത്രം കൺസൈസ് ആയിട്ട് ചുരുക്കിയിട്ട് എഴുതുക. എന്തായാലും മെയിൻ പാസേജിൻ്റെ അത്ര വലുതാവാൻ പാടില്ല, അതിൻ്റെ അടുത്തുകൂടി പോലും പോകാൻ പാടില്ല. ചുരുക്കി എഴുതുക. ഓക്കെ, പിന്നെ പ്രിസി റൈറ്റിംഗ് ഒക്കെ എന്തായാലും മാർക്ക് കിട്ടാൻ പറ്റുന്ന സാധനമാണ്. കാരണം അതിൽ നമുക്ക് വേണ്ട ഇൻഫർമേഷൻ എല്ലാം അതിൽ തന്നെ കൊടുത്തിട്ടുണ്ടല്ലോ. പിന്നെ ഒന്ന് ചുരുക്കി എഴുതുക. ചുമ്മാ ഡിസ്കണക്റ്റഡ് ആയിട്ട് എഴുതരുത്, കണക്ട് ചെയ്തിട്ട് എഴുതുക ഓരോ സെൻറ്റൻസസും. അത്രയേ ഉള്ളൂ. എസ്സേ റൈറ്റിംഗ് നോക്കിക്കഴിഞ്ഞാൽ എസ്സേ റൈറ്റിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് ചൊറയായിട്ട് വരിക എസ്സേ റൈറ്റിംഗ് ആണുള്ളത്. ഇതിൽ 3 ടോപ്പിക്സ് കിട്ടും. എല്ലാ എക്സാമിനും 3 ടോപ്പിക്സ് ഉണ്ടാവും എസ്സേ റൈറ്റിങ്ങിന്. 3 ടോപ്പിക്സിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ പറ്റി എന്തെങ്കിലും ബെയർ മിനിമം എങ്കിലും അറിയുന്നുണ്ടാവുമല്ലോ. അങ്ങനെയുള്ള ഒരു ടോപ്പിക് എടുക്കുക. ആ ടോപ്പിക്കിൽ നിന്ന് എന്നിട്ട് എഴുതുക. എസ്സേ എഴുതുമ്പോൾ ഒരു വേർഡ് ലിമിറ്റ് വേർഡ് ലിമിറ്റ് ഉണ്ടാവില്ല ആക്ച്വലി. നിങ്ങളൊരു എസ്സേ എഴുതുമ്പോൾ ഒരു ടോപ്പിക് എടുക്കുക, എന്നിട്ട് അതിൽ എഴുതി വിടുക. ടൈം മാനേജ്മെൻറ്റ് മറക്കരുത്. എസ്സേയിൽ ഒരുപാട് ചിന്തിച്ചാലോചിച്ച് ഒരുപാട് സമയം കളയാൻ പാടില്ല. എസ്സേയിൽ നിങ്ങൾക്ക് ക്വിക്കായിട്ട് എഴുതാൻ പറ്റുന്ന ഇത് മാത്രം ഒരു ടോപ്പിക് എടുക്കുക, എന്നിട്ട് പെട്ടെന്ന് എഴുതി വിടുക. എസ്സേ എഴുതുമ്പോൾ ജനറലി ഒരു ഫോർമാറ്റ് പോലെ പറയുന്നത്, നിങ്ങൾ ഫസ്റ്റ് ഒരു പാരഗ്രാഫിൽ ഇൻട്രൊഡക്ഷനായിട്ട് എഴുതുക. അപ്പോൾ അതിൽ ഒരു ടോപ്പിക്കിനെ പറ്റി ഒരു ജനറൽ ഇൻട്രൊഡക്ഷനൊക്കെ പോലെ എഴുതുക. ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ആണ് ഫോർ എക്സാമ്പിൾ ടോപ്പിക് എന്ന് വെച്ചാൽ, ഓക്കെ,
ക്ലൈമറ്റ് ചേഞ്ച് ഇതാണ് ഇപ്പോൾ ഒരുപാട് എന്താ ക്ലൈമറ്റ് ഇങ്ങനെ ആവുന്നതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എന്താ അന്റാർട്ടിക്കത്തെ ഐസ് ക്യാപ്പ് മെൽറ്റ് ആവുന്നുണ്ടെന്നാ. ഇപ്പോൾ ഏതെങ്കിലും മേജർ സിറ്റീസൊക്കെ ലോകത്തുള്ള എല്ലാം വളരെ പൊല്യൂട്ടഡ് ആണെന്നുള്ളതോ അല്ലെങ്കിൽ ഒരുപാട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ക്ലൈമറ്റ് ചേഞ്ച് ആണല്ലോ. മേജർ സിറ്റീസിലൊക്കെ എന്താ ഒരുപാട് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഒരുപാട് സെലിബ്രിറ്റീസ് ഇറസ്പോൺസിബിൾ ആയിട്ട് ഇത് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ എഴുതുക. എന്നിട്ട് നിങ്ങൾ ആ മെയിൻ കണ്ടന്റിലേക്ക് വരിക. മെയിൻ കണ്ടന്റ് ചെയ്യുമ്പോൾ പോയിന്റ്സ് കുറച്ച് നല്ല പോയിന്റ്സ് എഴുതുക. എന്നുവെച്ചാൽ നല്ല പോയിന്റ്സ് ഇൻ ദ സെൻസ് നിങ്ങൾക്കിതിലിപ്പോൾ നിങ്ങൾക്കൊരു എസ്സേൻ്റെ ടോപ്പിക്ക് തരുമ്പോൾ അവർ നിങ്ങളിതിലെ എക്സ്പേർട്സ് ആണെന്ന് വിചാരിച്ചിട്ടല്ല തരുന്നത്. ഇത് തരുന്നത് സ്റ്റുഡൻസ് ആണ്. ജസ്റ്റ് ഇംഗ്ലീഷ് എക്സാമിന് വേണ്ടിയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ഒരു ടോപ്പിക് എന്ന രീതിയിലേ തരുന്നുള്ളൂ. ഇതിൽ ഒരുപാട് ആലോചിച്ച് സമയം കളയേണ്ട ആവശ്യമില്ല. നിങ്ങളിതിൽ നിങ്ങൾക്ക് എന്താണ് വരുന്നത്, എന്തെങ്കിലും ഒരു കോമൺ ആയിട്ടുള്ള സൊല്യൂഷൻസ് എന്തെങ്കിലും ആണെന്ന് എഴുതിയാൽ മതി. ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചിന് എന്താ ചെയ്യേണ്ടത്, പ്ലാസ്റ്റിക് ഒഴിവാക്കുക, അതായത് എന്താ ഫോസിൽ ഫ്യൂൾസ് എമിഷൻസ് കുറയ്ക്കുക, അതിനുള്ള എന്താ പദ്ധതികൾ കൊണ്ടുവരിക, ഇങ്ങനെയുള്ള സാധനങ്ങൾ എഴുതാനുള്ളൂ. ഇതൊക്കെ എല്ലാവർക്കും ഇത് മനസ്സിൽ വരുന്ന സാധനങ്ങളാണ്. ഇത്തരമുള്ള സാധനങ്ങൾ ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള കുറേ പോയിന്റ്സ് ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് എഴുതല്ല. ഐ മീൻ മേ ബി നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ എഴുതാം. പക്ഷേ സ്ഥലം തീർക്കാൻ വേണ്ടിയിട്ട് ഓരോ ഇതായിട്ട് പറഞ്ഞിട്ട് മേ ബി നിങ്ങൾ ഓരോ പോയിന്റ് പറഞ്ഞതിനെ ചെറുതായിട്ടൊന്ന് ഡിസ്ക്രൈബ് ചെയ്ത് ചെറിയ ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ട് അങ്ങനെ പറഞ്ഞ് കണ്ടന്റ് തേക്കുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു കൺക്ലൂഷനായിട്ട് ഒരു പാരഗ്രാഫ് എഴുതുക. ഈ കണ്ടന്റ് ഞാൻ കണ്ടന്റ് എന്ന് പറഞ്ഞത് നമുക്ക് മൾട്ടിപ്പിൾ പാരഗ്രാഫ്സിൽ എഴുതാനാവും. എസ്പെഷ്യലി ഒരുപാട് കണ്ടന്റ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആവുന്നത്ര എന്താ പാരഗ്രാഫ്സ് ആയിട്ട് മുറിച്ച് എഴുതുക. പിന്നെ ലൈൻ ബ്രേക്സ് വരുന്നതെല്ലാം നല്ല സ്ഥലങ്ങളിൽ തന്നെ വരുത്തണം. ഒരു പാരഗ്രാഫിൽ ഒരു സാധനം നിർത്തുന്നുണ്ടെങ്കിൽ ആ പാരഗ്രാഫിൽ പറയേണ്ട എല്ലാ സാധനങ്ങളും നിർത്തിയിട്ട് പറയാം. പിന്നെ വേറൊരു പാരഗ്രാഫ് എഴുതുമ്പോൾ അത് വേറൊരു ടോപ്പിക്കിലേക്ക് ജമ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വേറൊരു പോയിന്റിലേക്ക് ജമ്പ് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള രീതിയിലാവുക. അപ്പോൾ എസ് റൈറ്റിംഗ് അങ്ങനെയാണ്. എസ് റൈറ്റിംഗ് എഴുതുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം. വെറുതെ വാരി വലിച്ചെഴുതി സമയം കളയാൻ വേണ്ടി എഴുതല്. പക്ഷേ കുറച്ച് സ്പേസ് എടുക്കാൻ എന്ന രീതിയിൽ എഴുതുക. ഇനി ലെറ്റർ റൈറ്റിങ്ങുകളാണ്. ലെറ്റർ റൈറ്റിങ്ങിൻ്റെ ലെറ്റർ റൈറ്റിങ്ങിന് ഫോർമാറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ എന്തായാലും ഫോർമാറ്റാണ് ഏറ്റവും നോക്കേണ്ടത്. ആക്ച്വലി ഞാൻ ഉദ്ദേശിച്ചത് ഇതിലൊരു സ്ലൈഡ് ഇടാൻ വേണ്ടിയിട്ടായിരുന്നു ഫോർമാറ്റിൻ്റെ വെച്ചിട്ട്. അത് ആഡ് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ അങ്ങനെ ആയ സ്ഥിതിക്ക് എന്തായാലും പറയാം. ഒരു ഫോർമൽ ലെറ്ററും സാധാ എനിക്ക് തോന്നുന്നത് ആക്ച്വലി ഫസ്റ്റ് സെമ്മിൽ ഇൻഫോർമൽ ലെറ്ററാണ് വരുത്തുന്നത് തോന്നുന്നത്. ഫോർമൽ ലെറ്റർ ഉണ്ടാവും, ഇൻഫോർമൽ ലെറ്റർ ഉണ്ടാവും. ഏതായാലും രണ്ടും നോക്കിയിട്ട് പോവുക. ഫോർമൽ ലെറ്ററിൻ്റെ ഫോർമാറ്റ് സിമ്പിളാണ്. ഫോർമൽ ലെറ്ററിൻ്റെത് ആദ്യം സെൻഡേഴ്സ് അഡ്രസ്സ് ഉണ്ടാവും. അത് നിങ്ങളുടെ അഡ്രസ്സ്, നിങ്ങളുടെ വീട്ടുകാരെ എഴുതി വെക്കരുത്. നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ നിങ്ങൾ ആരാന്നാണ് പറയുന്നത്, നിങ്ങൾ ആരുടെ പെർസ്പെക്റ്റീവ് എന്നാണ് എഴുതുന്നത്, അയാളുടെ അഡ്രസ്സ് എഴുതുക. ആ സെൻഡേഴ്സ് അഡ്രസ്സ് എഴുതി കഴിഞ്ഞിട്ട് ഡേറ്റ് എഴുതുക. സെൻഡേഴ്സ് അഡ്രസ്സ്, ഡേറ്റ്, അത് കഴിഞ്ഞിട്ട് റിസീവേഴ്സ് അഡ്രസ്സ്. സെൻഡേഴ്സ് അഡ്രസ്സ്, ഡേറ്റ്, റിസീവേഴ്സ് അഡ്രസ്സ്. അത് കഴിഞ്ഞിട്ട് സല്യൂട്ടേഷൻ. ഇപ്പോൾ റെസ്പെക്റ്റഡ് സർ അങ്ങനെ എന്തെങ്കിലും ഒരു സല്യൂട്ടേഷൻ കൊടുക്കുക. അതിനുശേഷം ലെറ്ററിൻ്റെ കണ്ടന്റ് എഴുതുക. 3 പാരഗ്രാഫായിട്ട് ഐഡിയൽ കണ്ടന്റ് എഴുതുക. അത് കഴിഞ്ഞിട്ട് യുവർ സിൻസിയർലി എന്തെങ്കിലും സാധനം എഴുതുക, നെയിം എഴുതുക. ക്വസ്റ്റ്യനിൽ പറയുന്ന നെയിം അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സ്വന്തം പേരൊഴികെ എന്തെങ്കിലും ജനറിക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു നെയിം ഇടുക. ഇനി ലെറ്റർ റൈറ്റിംഗ് എഴുതുമ്പോൾ നോക്കേണ്ടത് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ എന്താ: സെൻഡേഴ്സ് അഡ്രസ്സ്, അത് കഴിഞ്ഞിട്ട് ഡേറ്റ്, അത് കഴിഞ്ഞിട്ട് റിസീവേഴ്സ് അഡ്രസ്സ്, അത് കഴിഞ്ഞിട്ട് സല്യൂട്ടേഷൻ, കണ്ടന്റ്, കൺക്ലൂഷൻ, പേര്, എന്തെങ്കിലും സാധനം, പിന്നെ നെയിം. ഇത്ര സാധനങ്ങളാണ് എഴുതേണ്ടത്. നിങ്ങൾ എഴുതുന്നതെല്ലാം ലെഫ്റ്റ് സൈഡിൽ മാർജിനുമായിട്ട് ചേർത്ത് എഴുതണം. ലെഫ്റ്റ് സൈഡിൽ ഓരോ പറയുന്ന സാധനമല്ല. ഇപ്പോൾ സെൻറ്റൻസ് അഡ്രസ് ആണ് ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് എഴുതേണ്ടത്. ഒന്നും റൈറ്റിൽ എഴുതാൻ പാടില്ല. ഡേറ്റ് ലെഫ്റ്റിലാണ് എഴുതേണ്ടത്, റിസീവേഴ്സ് അഡ്രസ് ലെഫ്റ്റിലാണ് എഴുതേണ്ടത്, സല്യൂട്ടേഷൻസ് ലെഫ്റ്റിലാണ്, കണ്ടന്റ് ഓഫീസ് ലെഫ്റ്റ് എന്ന് തുടങ്ങിയിട്ടാണ് എഴുതേണ്ടത്.
പിന്നെ അവസാനം കൺക്ലൂഷൻസ് യുവർ സിൻസിയർലി നെയിം എന്നുള്ളതും ലെഫ്റ്റിനെ തൊട്ടിട്ടാണ് എഴുതേണ്ടത്. അത് ഇൻഫോർമൽ ലെറ്ററിൻ്റെ. ഇൻഫോർമൽ ലെറ്റർ ആണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ്. ആസ് ഇൻ റിസീവേഴ്സ് അഡ്രസ്സ് ഒഴിവാക്കുക, സെൻഡേഴ്സ് അഡ്രസ്സ് എഴുതുക, ഡേറ്റ് എഴുതുക. സല്യൂട്ടേഷൻ എഴുതുമ്പോൾ റെസ്പെക്റ്റഡ് എന്നോ അങ്ങനെയൊന്നും എഴുതേണ്ട നിർബന്ധമില്ല. ഡിയർ എന്തെങ്കിലും എന്നായാലും മതി. മറ്റേനും ഡിയർ പറ്റും, പക്ഷേ ഐഡിയലി റെസ്പെക്റ്റഡ് എന്ന് എന്തെങ്കിലും ഉപയോഗിക്കുക. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് അവസാനം കണ്ടന്റ് അവസാനം എഴുതുന്ന സാധനം ഫോർമലി സിൻസിയർലി ഫെയ്ത്ത്ഫുള്ളി എന്നല്ല എഴുതാം. മറ്റേത് ഇൻഫോർമലി യുവേഴ്സ് ലവിംഗ്ലി എന്നും അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതാം. ഞാൻ ആക്ച്വൽ ലെറ്ററിൻ്റെ കണ്ടന്റ് വരുമ്പോൾ ഇതിനും ഫസ്റ്റ് പാരഗ്രാഫ് ഇൻട്രൊഡക്ഷൻ നിങ്ങളെ എന്താ ക്യാരക്ടറിൻ്റെ പേര്, നിങ്ങൾ എന്തിനാണ് ലെറ്റർ എഴുതുന്നത് എന്നുള്ള സാധനമല്ല. ഓക്കെ, ആക്ച്വലി ഫോർമൽ ലെറ്ററിൽ പറയാൻ വിട്ടുപോയി, പക്ഷേ സബ്ജക്റ്റ് എഴുതാനുണ്ട്. എന്ത് റിസീവേഴ്സ് അഡ്രസ്സ് അല്ല, സെൻഡേഴ്സ് അഡ്രസ്സ്, ഡേറ്റ്, റിസീവേഴ്സ് അഡ്രസ്സ് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് കഴിഞ്ഞിട്ടാണ് സല്യൂട്ടേഷൻ ഉള്ളത്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി സാധനങ്ങൾ സെൻഡേഴ്സ് അഡ്രസ്സ്, ഡേറ്റ്, റിസീവേഴ്സ് അഡ്രസ്സ്, സബ്ജക്റ്റ്, സല്യൂട്ടേഷൻ താഴേക്ക്. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ കണ്ടന്റ് എഴുതുമ്പോൾ ഫസ്റ്റ് പാരഗ്രാഫിൽ ഒരു ഇൻട്രൊഡക്ടറി ആയിട്ടുള്ള പാരഗ്രാഫായിട്ട് എഴുതുക. എന്നുവെച്ചാൽ എന്തിനാണ് ഇത് എഴുതുന്നത്, എന്തിനാണ് ലെറ്റർ എഴുതുന്നത്, നിങ്ങളുടെ പേരെന്താണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എഴുതുക. കണ്ടന്റ് എഴുതുമ്പോൾ കൺസൈസ് ആയിട്ട് കണ്ടന്റ് എഴുതുക. പിന്നെ കൺക്ലൂഷണറി പാരഗ്രാഫായിട്ട് അതും എഴുതുക. എന്ത് ഇതിൽ ഈ അറ്റൻഷൻ ലെറ്റർ റീഡ് ചെയ്തതിന് അപ്രീഷിയേറ്റ് ചെയ്യുന്നു, എന്തെങ്കിലും കൂടുതലുണ്ടെങ്കിൽ പറയുക, എന്തെങ്കിലും ഫോളോ അപ്പ് ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക, ഞങ്ങളിത് എന്താണെന്നാൽ കൺസിഡർ ചെയ്യുന്നതിന് താങ്ക് യു, അങ്ങനെയുള്ള കുറച്ച് കൺക്ലൂഷണറി ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ എഴുതുക. ഇപ്പോൾ ലെറ്ററിൻ്റെ കാര്യത്തിൽ ഒരുപാട് ആർക്കിടൈപ്പൽ ഇൻട്രൊഡക്ഷൻസും കൺക്ലൂഷൻസും ഇൻ്റർനെറ്റിൽ പോലെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇൻ്റർനെറ്റിൽ നോക്കിയിട്ട് ഒരു ലെറ്ററിന് എന്ത് ഇൻട്രൊഡക്ഷനാണ് കൊടുക്കേണ്ടത്, എന്ത് കൺക്ലൂഷനാണ് കൊടുക്കേണ്ടതെന്ന് വേണമെങ്കിൽ അത് അങ്ങനെ നോക്കിയിട്ട് വരുത്താം, ഒരു ഇതാക്കാം. അപ്പോൾ അതാണ് ബേസിക്കലി. ഒന്നുകൂടി ഞാൻ വെരി സോറി ഞാൻ സാധനം ആക്കാഞ്ഞത്, എന്ത് സ്ലൈഡിൽ ലെറ്ററിൻ്റെ ഫോർമാറ്റ് ഇടാഞ്ഞത്. പക്ഷേ ഇത് ഓർക്കുക, സെൻഡേഴ്സ് അഡ്രസ്, ഡേറ്റ്, റിസീവേഴ്സ് അഡ്രസ്സ്, സബ്ജക്റ്റ്, സല്യൂട്ടേഷൻ, കണ്ടന്റ്, കൺക്ലൂഷനായിട്ട് യൂസ് ഫെയ്ത്ത്ഫുള്ളി നെയിം. ഇത്ര സാധനങ്ങളാണ് ഫോർമൽ ലെറ്ററിന് വേണ്ടത്. ഇൻഫോർമൽ ലെറ്ററിൽ നമ്മൾ സബ്ജക്റ്റും റിസീവേഴ്സ് അഡ്രസ്സും ഡിച്ച് ചെയ്യും. അപ്പോൾ സെൻഡേഴ്സ് അഡ്രസ്സ് വരും, ഡേറ്റ് വരും, സല്യൂട്ടേഷൻ വരും, കണ്ടന്റ് വരും, പിന്നെ കൺക്ലൂഷൻ വരും. പിന്നെ ഫോർമൽ ലെറ്ററിൽ സിൻസിയർലി യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി അങ്ങനെയുള്ള കൺക്ലൂഷൻസ് കൊടുക്കാം, കൺക്ലൂഷൻ റിമാർക്സ് അങ്ങനെ കൊടുക്കാം. പിന്നെ ഇൻഫോർമൽ യുവേഴ്സ് ലവിംഗ്ലി അങ്ങനെയുള്ള എന്തെങ്കിലും സാധനം കൊടുക്കാം. ഓക്കെ, പിന്നെ നിങ്ങൾ റീഡിങ് സെഷൻ ഉണ്ടാവുമല്ലോ, ഇത് കഴിഞ്ഞിട്ട് വരുന്നത് റീഡിങ് പാർട്ടാണ് വരിക. അപ്പോൾ റീഡിങ് കോംപ്രഹെൻഷൻ എന്ന് പറയുന്നത് നമുക്ക് ബിൽഡ് ചെയ്യുന്നൊരു ഇതാണ്. റീഡിങ് കോംപ്രഹെൻഷൻ ഇപ്പോൾ എല്ലാവർക്കും ഒരു പാസേജ് വായിച്ചു കഴിഞ്ഞിട്ട് അതിലെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നത് എളുപ്പമാണ്. വലിയ ബുദ്ധിമുട്ടുള്ള പരിപാടിയൊന്നുമല്ല. ഒരു സെൻറ്റൻസ്, ഒരു പാസേജ് വായിച്ചിട്ട് അതിൽ ഇതൊക്കെ ചെയ്യുന്നത് ബുദ്ധിമുട്ടുള്ള പരിപാടിയല്ല. അത് ബുദ്ധിമുട്ടുള്ളതല്ല, പക്ഷേ ഒരു എക്സാമിൻ്റെ കോണ്ടെക്സ്റ്റിൽ ഇതിന് ടൈം എടുക്കും. എക്സാമിൽ നിങ്ങൾ ഇത് പോയിട്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് സാധനം ഇംഗ്ലീഷ് പാസേജ് പെട്ടെന്ന് വായിക്കാനാവുന്നില്ല എങ്കിൽ അത് എക്സാമിൽ ആവുന്നത്ര സ്പീഡിൽ നിങ്ങൾക്ക് എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. എക്സാം ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അങ്ങനെ മാർക്സ് പോകും.
അങ്ങനെ ആയ സ്ഥിതിക്ക് റീഡിങ് കോംപ്രഹെൻഷൻ വളർത്താൻ ശ്രമിക്കും. ഇപ്പോൾ കുറച്ച് ദിവസം ഉണ്ടല്ലോ എക്സാമിന് മുന്നോടിയായിട്ട്. ഇപ്പോൾ ഈ ദിവസങ്ങളുള്ളപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പാസേജസ് ഇൻ്റർനെറ്റിൽ നിന്നായിട്ട് നോക്കിയിട്ട് കുറച്ച് പാസേജസ് എടുക്കുക. ആ പാസേജസിൽ നിന്ന് എന്താ അത് വായിക്കുക. എന്തെങ്കിലും കുറേ ഇൻ്റർനെറ്റ് നോക്കി നിങ്ങൾക്ക് ഇഷ്ടംപോലെ പാസേജസ് ഉണ്ടാവും. പിന്നെ അതിന് ക്വസ്റ്റ്യൻസ് ഒക്കെ ഫോളോ അപ്പ് ആയിട്ടുണ്ടാവും. എക്സ്ട്രീം കേസസിൽ വല്ല ജിമാറ്റിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് നോക്കേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും കുറച്ച് പാസേജ് ആയിട്ട് നോക്കുക. എന്നിട്ട് ദിവസം ഒരു 5 മിനിറ്റോ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എക്സാമിൻ്റെ ഡേ വരെ എല്ലാ ദിവസവും 5 മിനിറ്റ് ആയിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റീഡിങ് കോംപ്രഹെൻഷൻ വർദ്ധിക്കും. റീഡിങ് കോംപ്രഹെൻഷൻ അല്ല, റീഡിങ് സ്പീഡ് വർദ്ധിക്കും. അപ്പോൾ റീഡിങ് സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ എന്താ പെട്ടെന്ന് സാധനം എഴുതിയിട്ട് പെട്ടെന്ന് ആൻസർ ചെയ്തിട്ട് പോവാം. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനമാണല്ലോ. കാരണം നിങ്ങൾ പാസേജ് ഒന്ന് വായിച്ചിട്ട് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് മേ ബി ഒന്നും കൂടി പാസേജ് ഒന്ന് നോക്കി ക്വസ്റ്റ്യൻ്റെ എക്സാക്റ്റ് ഒന്ന് ഉറപ്പെടുത്തിയിട്ട് എഴുതാനുള്ള സാധനമുള്ളൂ. അങ്ങനെ ആയതിനാൽ എന്താ ആ റീഡിങ് സ്പീഡ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പാർട്ട് കംപ്ലീറ്റ്ലി സ്വീപ്പ് ചെയ്ത് പോവാം. പിന്നെ റീഡിങ് കോംപ്രഹെൻഷൻ്റെ കാര്യം പറയുമ്പോൾ ജനറലി ഒരു പാസേജ് വന്നിട്ട് താഴെ ക്വസ്റ്റ്യൻസ് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തരുവാണല്ലോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനെ എക്സാം ഡേയിൽ പല രീതിയിൽ ടാക്കിൾ ചെയ്യാനാവും. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ എന്താ ചെയ്യുക, ഒന്നെങ്കിൽ ഫസ്റ്റ് പാസേജ് വായിച്ചിട്ട് പിന്നെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. പക്ഷേ അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒന്നെങ്കിൽ പാസേജ് വായിക്കും, ക്വസ്റ്റ്യനിലേക്ക് കടക്കും, പിന്നെ വീണ്ടും തിരിച്ച് പാസേജിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ആദ്യത്തെ ഇത് തന്നെ പാസേജ് മുഴുവൻ വായിച്ച് ആക്കിയിട്ടുണ്ടെങ്കിൽ ഇതൊരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾക്ക് ഇത് എന്താ ആദ്യമേ കോംപ്രഹെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ മിക്കവാറും ആൾക്കാരും ആദ്യം പാസേജ് വായിക്കും, പിന്നെ ക്വസ്റ്റ്യൻസ് വായിക്കും, പിന്നെ വീണ്ടും പാസേജിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഞാനിങ്ങനെ ചെയ്യുന്നതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ എന്താ നിങ്ങൾക്കതൊരു ടൈം വേസ്റ്റ് ആവും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വേറെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ആദ്യം ചെല്ലുക, പാസേജ് വായിക്കുന്നതിന് മുമ്പേ ക്വസ്റ്റ്യൻസ് ആദ്യം വായിക്കുക. ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് ഓടിച്ച് വായിച്ചിട്ട് പിന്നെ പാസേജിലേക്ക് പോവുക. പാസേജിൽ പോയി കഴിയുമ്പോൾ നിങ്ങൾ പാസേജ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് തലയിൽ ഉണ്ടാവുമല്ലോ, തങ്ങുണ്ടാവുമല്ലോ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇതിനുണ്ടായിരുന്നു എന്നുള്ളത്. ആ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്യുമോ എന്തെങ്കിലും ചെയ്യുക ക്വസ്റ്റ്യൻ പേപ്പറിൽ. ചെറുതായിട്ട് മാർക്ക് ചെയ്താൽ മതി. വലുതായിട്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻവിജിലേറ്റേഴ്സ് വന്നിട്ട് പിടിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്ത് വിടുമോ, ഇല്ലെങ്കിൽ നിങ്ങളെ തലയിലൊന്ന് വെച്ചിട്ട് നിൽക്കുക. ഇതിവിടെ ഉണ്ട് എന്നുള്ള കാര്യം ഒന്ന് നോക്കിയിട്ട് നോക്കി വെക്കുക. കാരണം നിങ്ങളൊന്ന് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് തിരിച്ച് പാസേജ് പോയാൽ അതെല്ലാം നിങ്ങൾക്ക് നോട്ടീസ് ചെയ്യാനാവും. എന്നിട്ട് എന്താ നിങ്ങൾ വീണ്ടും ആ സാധനങ്ങളൊക്കെ നോട്ട് ചെയ്തിട്ട് താഴേക്ക് ക്വസ്റ്റ്യനിൽ ചെന്നിട്ട് സാധനങ്ങളെല്ലാം എഴുതുക. എന്താ നിങ്ങളെ പാസേജിൽ നിന്ന് കണ്ട സാധനങ്ങൾ. അപ്പോൾ എഗെയിൻ ഞാൻ പറഞ്ഞ പോലെ റീഡിങ് കോംപ്രഹെൻഷൻ ആവുന്നത്ര ഉയർത്താനും നോക്കുക ഇനി വരുന്ന ദിവസങ്ങളിൽ. നിങ്ങൾക്ക് അത് ഒരു എന്താ കൂടുതൽ മാർക്സ് കിട്ടണം എന്നുള്ള ഒരിതിലാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് പാസ്സാവാനുള്ള എന്തായാലും നിങ്ങൾ തപ്പിത്തടഞ്ഞ് ആക്കി കഴിഞ്ഞാൽ കിട്ടും. നിങ്ങൾക്ക് ടൈം മാനേജ് ചെയ്യണം എന്നുള്ള ഒരു ഇതുണ്ടല്ലോ, ആ ഒരു ആസ്പെക്റ്റ് വേണമെങ്കിൽ ആണ് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, റീഡിങ് കോംപ്രഹെൻഷൻ വർദ്ധിപ്പിക്കാൻ നോക്കേണ്ടത്. ഇപ്പോൾ എല്ലാ ദിവസവും 5 മിനിറ്റ് അതിന് വെക്കാൻ നോക്കുക. അതിൽ കുറേ സമയം എടുത്ത് പറഞ്ഞ് എനിവേ നിങ്ങൾക്ക് അവസാനം വരുന്ന എല്ലാ എക്സാമിനും അവസാനം വരുന്ന പാട്ട് ലീഗൽ ലാംഗ്വേജ് ബേസ്ഡ് ആയിട്ടുള്ള പാട്ടാണ്. ലീഗൽ ലാംഗ്വേജ് കുറേ ലീഗൽ ടേംസ് നിങ്ങൾക്ക് അവസാനം തരും. അവസാനം എക്സാമിൻ്റെ അവസാനമുള്ള പാട്ടിൽ കുറച്ച് ലീഗൽ ടേംസ് തരും. നിങ്ങൾ ആ ടേംസ് ഓരോ ടേംസിൻ്റെയും മീനിങ്ങും സിഗ്നിഫിക്കൻസും എഴുതേണ്ടതുണ്ട്. മീനിങ്ങും സിഗ്നിഫിക്കൻസും കുറേ ഇപ്പം അക്വിറ്റ് എന്നുള്ള ഒരു ലീഗൽ ടേം തന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ മീനിങ് എഴുതണം, പിന്നെ അതിൻ്റെ സിഗ്നിഫിക്കൻസ് എഴുതണം. സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കോണ്ടെക്സ്റ്റാണ് അത് ഉപയോഗിക്കുന്നത്, എന്താണ് അതിനെ എങ്ങനെയാണ് അതിനെ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ അക്വിറ്റ് എന്ന് വെച്ചാൽ നമുക്കറിയാലോ ഒരു ക്രിമിനലിനെ അക്വിറ്റ് ചെയ്യുന്നത്, അത് എന്ത് സിറ്റുവേഷനാണ് എന്നുള്ളത് ഒന്ന് ഡീറ്റെയിൽ ചെയ്യുകയാണ്. അപ്പോൾ മീനിങ്ങും സിഗ്നിഫിക്കൻസും നിങ്ങൾക്ക് അത്യാവശ്യം ഡിസ്ക്രിപ്റ്റീവായിട്ട് കുറച്ച് ഇതായിട്ട് ബ്രീഫായിട്ട് എഴുതണം. പക്ഷേ ഒരു സെൻറ്റൻസ് ഒക്കെ ആയിട്ട് മീനിങ്ങും എന്താ സിഗ്നിഫിക്കൻസും എഴുതുക. അപ്പോൾ ഇതിൽ ഞാൻ ഈ എക്സാം എഴുതിയപ്പോൾ
ഫൈനൽ പാർട്ടത്തിൽ ഞാൻ മീനിങ് മാത്രമേ എഴുതിയിട്ടുണ്ടായുള്ളൂ. സിഗ്നിഫിക്കൻസ് ഒഴിവാക്കിയിട്ട് പോയി. മറന്നുപോയി സംഭവം. സിഗ്നിഫിക്കൻസ് എഴുതണം എന്നുള്ള കാര്യം ഞാൻ വിട്ടുപോയി. അത് ലിറ്ററലി ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് മീനിങ്ങും സിഗ്നിഫിക്കൻസ് എഴുതാണ്. അപ്പോൾ നിങ്ങൾ എക്സാമിൽ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് വായിക്കുക. ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ക്യാച്ച് തന്നിട്ടുണ്ടെങ്കിൽ അത് വിട്ടു പോകരുത്. ഓക്കെ, ആ ക്വസ്റ്റ്യനിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് മാത്രം എന്താ എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങുക. ഓക്കെ, ഞാൻ ഇത് കഴിഞ്ഞ പാടെ എന്താ ഈ സാധനമെല്ലാം എഴുതിയിട്ട് അപ്പോൾ തന്നെ എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങുക ചെയ്തത്. അതിൻ്റെ അങ്ങനെ ചെയ്യല്ല, നിങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം വെച്ചിട്ട് പോവാം. ഇപ്പോൾ ലീഗൽ ലാംഗ്വേജിൻ്റെ ആക്ച്വലി ചെയ്യാനുണ്ടാവും. മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എവിടുന്നെങ്കിലും ഇൻ്റർനെറ്റിൽ നിന്ന് ഒന്നെങ്കിൽ ലീഗൽ ലാംഗ്വേജിനെ നോക്കാം, അല്ലേ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വേണമെന്ന് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇത് തരാം, PDF എന്തെങ്കിലും ആയിട്ട് അയക്കാം. സംഭവമുള്ളത് ലീഗൽ ലാംഗ്വേജ് നിങ്ങൾ നോക്കുക. അതാണ് ഏറ്റവും മെമ്മറൈസേഷൻ ബേസ്ഡ് ആയിട്ട് ഈ എക്സാമിലുള്ളത്. ഫസ്റ്റ് സെമ്മിൽ ഇംഗ്ലീഷിന് മെമ്മറൈസ് ചെയ്യാൻ അധികം സാധനമൊന്നുമില്ല. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പഠിക്കാൻ ഇൻ സെൻസ് ഇല്ല, എല്ലാം ഗ്രാമർ, റൈറ്റിംഗ് അങ്ങനത്തെ ഇതിലാണ്. സെക്കൻഡ് സെമ്മ് തൊട്ടാണ് ലിറ്ററേച്ചർ വരുന്നത്. അങ്ങനെ ആയ സ്ഥിതിക്ക് എന്താ ഇതിൽ ആവുന്നത്ര ഇത് എളുപ്പം സംഭവമാണ്. ഈ വേണ്ട സാധനങ്ങളെല്ലാം ആലോചിക്കുക, ഗ്രാമറിൽ ഒരു ഹോൾഡ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക, എന്നിട്ട് പോയിട്ട് എഴുതുക എന്നാണ് വേണ്ടത്. ലീഗൽ ലാംഗ്വേജ് ഞാൻ ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ റീഡിങ് കോമ്പ്രഹെൻഷൻ്റെ റീഡിങ് പാർട്ട് വരുന്നതിൽ, പാസേജസ് വരുന്നതിൽ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ സ്ട്രാറ്റജി അനുസരിച്ചിരിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ആ റീഡിങ് സ്പീഡിലൊക്കെ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ പാസേജ് വായിക്കുക, ക്വസ്റ്റ്യൻ എഴുതുക. അല്ല എന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് പാസേജ് വായിച്ചിട്ട് ക്വസ്റ്റ്യൻ എഴുതുക. പിന്നെ റൈറ്റിംഗ് സെഷനിൽ വരുന്നത് എസ്സേൻ്റെ ഒക്കെ ഞാൻ പറഞ്ഞ പോലെ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ്, കണ്ടൻറ്റ് പാരഗ്രാഫ്, കണ്ടന്റ് പാരഗ്രാഫ് അല്ല, എസ്സേക്ക് ഇൻട്രൊഡക്ടറി പാരഗ്രാഫ്, പിന്നെ കണ്ടന്റ് ഫുള്ള് ഒരുപാട് പോയിന്റ്സ് എല്ലാം ആയിട്ട് കണ്ടന്റ് എഴുതുക, പിന്നെ എൻഡിങ് പാരഗ്രാഫ്, അങ്ങനെ വേണ്ടത്. ലെറ്ററിന് പറഞ്ഞ പോലെ ഒരു ആ ഫോർമാറ്റ് ഉപയോഗിക്കുക. പിന്നെ എല്ലാം മാർജിനുമായിട്ട് ചേർത്ത് തന്നെ എഴുതുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. മേ ബി ലെറ്ററിനൊക്കെ നിങ്ങൾ ഒന്ന് അറിയാതെ അപ്പർ സൈഡിൽ എഴുതിയാലും ടീച്ചേഴ്സ് ഒരുപാട് മൈൻഡ് ചെയ്യാൻ സാധ്യതയില്ല. പിന്നെ എഴുതുമ്പോൾ പറ്റുന്നത്ര ഒരു ഭംഗിക്ക് എഴുതാൻ നോക്കുക. ഭംഗി ഇൻ ദ സെൻസ് ഞാൻ ഹാൻഡ് റൈറ്റിംഗ് അല്ല ഉദ്ദേശിക്കുന്നത്, ഹാൻഡ് റൈറ്റിംഗ് നോക്കണം, പക്ഷേ വേർഡ്സ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ ഒരുപാട് കട്ടിയുള്ള വേർഡ്സ് ഉപയോഗിക്കണം നിർബന്ധമില്ല, പക്ഷേ ഒരു ഔചിത്യമുള്ള രീതിയിൽ ഉപയോഗിക്കുക. ഒരാൾക്ക് വായിക്കുമ്പോൾ കാണാൻ കണ്ണിന് പിടിക്കാം, മനസ്സിന് പിടിക്കണം. കണ്ണിന് മാത്രം പിടിച്ചാൽ ഓരോ മനസ്സിനും പിടിക്കണം. ഇപ്പോൾ നിങ്ങൾ എഴുതുന്നത് ഭയങ്കര ക്ലസ്റ്റേർഡ് ആയിട്ട് ഒരുപാട് വേർഡ്സ് റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. റിപ്പീറ്റ് ചെയ്യാതെ എഴുതാൻ ശ്രമിക്കുക. ഒരേ സെൻറ്റൻസിൽ ഒരേ വേർഡ് പലതവണ റിപ്പീറ്റ് ചെയ്യാണ്ടിരിക്കാൻ നോക്കുക. ഒരേ സെൻറ്റൻസിൽ ഒരുപാട് ക്ലസ്റ്റേർഡ് ആയിട്ടും ഒരുപാട് കോമസ് ഒന്നും ഇടാൻ നോക്കുക. ആവുന്നത്ര ഒരുപാട് ഒരു സെൻറ്റൻസിൽ പറയാതിരിക്കാൻ തന്നെ നോക്കുക. ആൾക്കാർക്ക് വായിക്കുമ്പോൾ ഇത് വായിക്കാൻ ഈസി ആയിട്ട് വായിച്ചു പോകാൻ നോക്കണം. ആൾക്കാരെ കൊണ്ട് 2 തവണ വായിക്കേണ്ടി വരുന്ന അവസ്ഥ വരുത്തിക്കരുത്. ഇപ്പോൾ ഇത് പറയാൻ എളുപ്പമാണ്, പക്ഷേ എക്സാം ഹാളിൽ പോയി നിങ്ങളൊരു സാധനം എഴുതി കഴിഞ്ഞിട്ട് പിന്നെ അതിനെ നോക്കി ആവലാതിപ്പെടേണ്ട ആവശ്യമില്ല. ഓക്കെ, നിങ്ങളൊരു സാധനം എഴുതി കഴിഞ്ഞാൽ പിന്നെ പോട്ട്, നിങ്ങളതിൽ ചുമ്മാ അതിൽ പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ സമയം പോകത്തേ ഉള്ളൂ. പക്ഷെ ആവുന്നത്ര അങ്ങനെ എഴുതാൻ ശ്രമിക്കുക. സിമ്പിൾ ലാംഗ്വേജ് ആയിക്കോട്ടെ, പക്ഷെ അതിനൊരു നല്ല രീതിയിൽ എഴുതുക, ആൾക്കാർക്ക് കണ്ടിട്ട് വായിക്കാൻ തോന്നുന്ന രീതിയിൽ. ഇപ്പോൾ പിന്നെ ഏതായിരുന്നു, പ്രിസി റൈറ്റിങ്ങിന് ഞാൻ പറഞ്ഞ പോലെ പാസേജ് ഉള്ളത് ചുരുക്കി എഴുതുക. എന്തായാലും പാസേജിൻ്റെ അത്ര വലുപ്പത്തിൽ ഒരിക്കലും പ്രിസി വരാൻ പാടില്ല. നിങ്ങളൊരു റഫ് ഡ്രാഫ്റ്റ് വരക്കുന്നത് പോലും ശരിക്കും പറഞ്ഞാൽ പാസേജിൻ്റെ കാര്യത്തിൽ വരാൻ പാടില്ല. പക്ഷേ റഫ് ആയതുകൊണ്ട് അതിനെ അവർ അങ്ങനെ നോക്കൂല. പക്ഷേ റഫ് എഴുതുന്നത് നിങ്ങൾ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രം വളരെ റഫായിട്ട് അങ്ങ് എഴുതി വിടുക. എന്നിട്ട് പ്രിസി എഴുതുമ്പോൾ ആ റഫ് പോയിന്റ്സിനെ എല്ലാം കണക്ട് ചെയ്യുക, നല്ല രീതിയിൽ കണക്ട് ചെയ്ത് നല്ല ഭാഷയിലുള്ള, ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ ഒരുപാട് കൺവല്യൂട്ടഡ് ആവാത്ത രീതിയിൽ എഴുതുക. എന്നിട്ട് പ്രിസി അങ്ങനെ. ഇതിപ്പോൾ റൈറ്റിംഗ് സെഷനെല്ലാം എസ്സേ ഒഴികെ ബാക്കി എസ്സേയും ലെറ്റർ ആക്ച്വലി കുറച്ചേ ഉണ്ടാവുള്ളൂ. എസ്സേ ആണ് കുറച്ച് ഹെവി ആയിട്ടുള്ളത്. പ്രിസി എളുപ്പമാണ് എഴുതാൻ. അപ്പോൾ അത് നോക്കിയിട്ട് എഴുതുക. ഞാൻ മറ്റേ പറഞ്ഞ തുടക്കത്തിലെ ഗ്രാമർ സെഷൻ്റെ എല്ലാം നിങ്ങളാവുന്നത്ര എക്സാമ്പിൾസ് നിങ്ങൾക്ക് കിട്ടുന്നത് ഉപയോഗിക്കാൻ നോക്കുക. ഇപ്പം ഞാൻ തന്നിട്ടുള്ള എക്സാമ്പിൾസ് വളരെ ചുരുക്കം ഉണ്ടായിട്ടുള്ളൂ. ഞാൻ എക്സാമ്പിൾസ് തന്നതിലും ചിലതൊക്കെ ഇങ്ങനെ സ്പെഷ്യൽ കേസ് അങ്ങനെയുള്ള ഇതൊക്കെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അത് നോക്കുക. ഞാൻ അത് തരാൻ കാരണം എക്സാംസിൽ അങ്ങനെയുള്ള സാധനങ്ങൾ വന്നാൽ നിങ്ങൾക്ക് ആ പാറ്റേൺ കണ്ടിട്ട്
ഓൾറെഡി ഇത് കണ്ടിട്ടുണ്ടല്ലോ, ഓക്കെ ഇങ്ങനെയുള്ള സാധനം നോക്കാനുണ്ടായിരുന്നല്ലോ എന്നുള്ളത് കണ്ടെഴുതാൻ വേണ്ടിയിട്ടാണ് ഞാൻ തന്നത്. പക്ഷേ നിങ്ങൾ ബാക്കിയുള്ള നോർമലായിട്ടുള്ള ഈസി ആയിട്ടുള്ള, ഈസി അല്ല, ജനറലി വരുന്ന അതും കൂടി ആവുന്നത്ര നെറ്റ് നോക്കി ഇഷ്ടംപോലെ കിട്ടുമല്ലോ, അങ്ങനെയുള്ള എന്തെങ്കിലും നോക്കിയിട്ട് അത് ഉറപ്പ് വരുത്തുക. ഞാൻ ഓവറോൾ അത്രേ ഉള്ളൂ. ഇപ്പോൾ പറഞ്ഞ ജനറൽ ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നോക്കുക. ഈ ഭാഷ എല്ലാം എഴുതുമ്പോൾ എങ്ങനെയാ കണക്റ്റഡ് ആയിട്ട് ചെയ്ത് ഒരുപാട് കൺവല്യൂട്ടഡ് ആയിട്ട് എഴുതല്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കുക. ഒരു ഭംഗിക്ക് എഴുതുക. എനിക്കിപ്പോൾ എഴുതുമ്പോൾ ഒരുപാട് അതിൽ നോക്കി പിടിച്ചിരിക്കണ്ട, പക്ഷേ ആ ഒരു രീതിയിൽ എഴുതുക. ഓക്കെ, അപ്പോൾ ഇതത്രേ ഉള്ളൂ. ഞാനിപ്പോൾ ഒരുപാട് ഇത് പറഞ്ഞിട്ടില്ല. എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഞാൻ കുറച്ചുകൂടി എക്സാം ഓറിയൻറ്റഡ് ആയിട്ടാണ് പറഞ്ഞത്. എല്ലാ ഇതും ഒന്നും പറഞ്ഞിട്ടില്ല, കുറച്ചുകൂടി എക്സാമിന് പറ്റിയ രീതിയിലുള്ള ഇതാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതാക്കിയിട്ട് പോവാം. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നത്. എനിക്കറിയില്ല എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് എന്ന്. പക്ഷേ എല്ലാവരും കേട്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ് ആൻഡ് താങ്ക് യു എവരിവൺ.